എസ്പെഷ്യലി DSR ആക്ച്വലി പർപ്പസ്ഫുള്ളി തിയേറ്ററിന് വേണ്ടി ചെയ്ത പടമാണ്. ഭൂതകാലം പോലെ ചെയ്ത പടമല്ല. ഭൂതകാലം ആക്ച്വലി തിയേറ്ററിന് വേണ്ടി ചെയ്യുന്നതല്ല. ഇത് പക്ക തിയേറ്റർ കമേഴ്ഷ്യൽ എലിമെന്റ്സ് വെച്ച് വരുന്ന ഒരു പടമാണ്. സ്വാഭാവികമായിട്ടും ഈ സ്കെയറുകളും പരിപാടികളും അതിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ രാത്രി സീൻ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ 2:30-3 ആകുമ്പോഴത്തേനും പരിപാടി കഴിഞ്ഞ അപ്പൊ ഇനി ഇത് ഫുൾ ആയിട്ട് ഒന്നിരുന്ന് കാണണം. കാണാനിത് പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കണ്ട് പകുതി ആകുമ്പോഴത്തേനും എനിക്ക് തന്നെ പേടി തുടങ്ങി. കാരണം ഇതിന്റെ സൗണ്ടും പരിപാടിയൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ പേടി. കാരണം ഞാൻ ഓരോന്നൊരു 5 സെക്കൻഡ് വെച്ചല്ലേ വർക്ക് ചെയ്തിരുന്നത്. മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് ഇതിന്റെ പേടി തുടങ്ങി. ഞാൻ പതുക്കെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണി ആയിക്കോട്ടെ വിളിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പേടിച്ചൊരു മമ്മൂക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും ഇതിൽ മഴ പെയ്യുന്ന സമയത്ത് ഷാഡോ പ്ലേ പെർഫോമൻസ് ഉണ്ട്. ആ ഷാഡോ പ്ലേന്റെ ഇടയിൽ കട്ട് ചെയ്യാൻ തോന്നൂല. എവിടെയെങ്കിലും ഒരു റിയാക്ഷൻ കട്ട് ചെയ്ത് വേഗം പെട്ടെന്ന് അങ്ങോട്ട് തന്നെ തോന്നുന്നു. അത് ഭയങ്കര കാരണം അത് പ്യുവർ പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. പ്രത്യേകിച്ച് സൂര്യ സാർ ആയതുകൊണ്ട് ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഫസ്റ്റ് ബ്രീഫിന് ശേഷം പുള്ളി നേരെ കയറി അടിക്കും. പുള്ളി ഭയങ്കര ക്ലീൻ ആണ് ആ കാര്യത്തിൽ. ഗാർഗിയില് ക്ലൈമാക്സിൽ സായി പല്ലവി കരയുന്ന സീൻ. സായി പല്ലവി മറന്നുപോയി സായി പല്ലവി പെർഫോം ചെയ്യാന്നുള്ള. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ജീവിതത്തിൽ ശരിക്കും എങ്ങനെയാണ് കരയുന്നത് അതുപോലെ അവിടെ തീപ്പെട്ടിയാണല്ലോ ടൂള്. ശരിക്കും നമ്മളെ ടെൻഷൻ ബിൽഡ് ചെയ്ത് അവിടെ തീപ്പെട്ടി ടൂളാണ്. അത് ആക്ച്വലി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തീപ്പെട്ടിയൊക്കെ. നമ്മളാണ് കൂട്ടി വെക്കുന്നത്. നേരെ തീപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ. ക്യൂ സ്റ്റുഡിയോയിൽ ഷെഫീഖ് മുഹമ്മദ് അലി, വെൽക്കം. ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഡയറക്ടറുടെ പെർസ്പെക്റ്റീവ്, മ്യൂസിക് ഡയറക്ടറുടെ പെർസ്പെക്റ്റീവ്, ആക്ടേഴ്സിൻ്റെ, ടെക്നീഷ്യൻസ് ഒക്കെ കേൾക്കാറുണ്ട്. പലപ്പോഴും സൈലൻ്റ് ആയിരിക്കുന്ന എഡിറ്റേഴ്സാണ്. ഒരുപക്ഷെ ഇവർ ഈ മൾട്ടിപ്പിൾ ടൈംസ് ഈ സിനിമ കാണുന്നു, അതിനൊരു ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് പിന്നെ അവരുടെ പെർസ്പെക്റ്റീവ് അതിൽ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, DSR ഒരു സ്പെസിഫിക് പടമാണ്. അതിൽ ആളുകൾ ഹുക്കാവണം, ലോക്കാവണം, പേടിക്കണം. ഇത്രയും റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് എത്ര തവണ നിങ്ങൾ പേടിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ടിൽ ശരിക്കും സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എവിടെയാണ്? ഭയം നിങ്ങൾക്ക് ആദ്യം വരണമെന്നുള്ളതാണോ അതിൻ്റെ ഒരു മാനദണ്ഡം? നമുക്ക് ഭയം വരുമെന്ന് അറിയില്ല. നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ഷൻ കട്ടൊക്കെ കേട്ടിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഭയം വരാൻ സാധ്യതയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി ആണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഹൊററിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഹൊറർ ആക്ച്വലി മൂഡ് സെറ്റ് ആവണം. അപ്പോൾ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഹൊറർ വരുമ്പോഴാണ് നമുക്കത് വർക്കാവുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ മൊബൈൽ നോക്കി അല്ലെങ്കിൽ ഒരാളായിട്ട് ഫോൺ കോൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇരുന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറർ കിട്ടൂല. അപ്പൊ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വന്നില്ലേ. അപ്പൊ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ജഡ്ജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ ആരും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇരുന്ന് വർക്ക് ചെയ്ത് അതിനെ കണ്ട് ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ടെക്നിക്കൽ പരിപാടി എന്താണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ബാക്കിയുള്ളവരെ റിലേ ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് സ്പൂക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളത് ആൾക്കാർ പറയുമ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും പടം കാണിക്കുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത് നമ്മൾ ക്യൂബിൽ ഷോ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സൗണ്ട് മിക്സിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. എല്ലാവരും മൊബൈലൊക്കെ മാറ്റി വെച്ച് ഫുള്ളായിട്ടിരുന്ന് പടം കാണാണ്, പോസ് ചെയ്യുക പോലുമില്ല. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ജഡ്ജ്മെന്റ് നടക്കേണ്ടത് അവിടെയാണ് നമുക്ക് ആ ജഡ്ജ്മെന്റ് കിട്ടും. അപ്പൊ കറക്റ്റ് സൗണ്ട് കിട്ടും, എല്ലാതും കിട്ടും. അത് അവിടെയാണ് നമ്മൾ പിന്നെ എന്തെങ്കിലും വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുന്ന സ്പേസ്. അതാണ് ഡയറക്ടർ എഡിറ്റർ കൊളാബറേഷൻസ്. അതിൽ നിങ്ങളുടെ സ്ട്രീക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊളാബറേഷൻ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. ഫ്രം ഭൂതകാലം തൊട്ട് നിങ്ങൾ ഒരുമിച്ചുണ്ട്. ഭ്രമയുഗത്തിന്റെ ഈ പറഞ്ഞ സക്സസ്, ഒരു സിനിമ ഇറങ്ങിയ സമയത്തുണ്ടായ ആളുകളുടെ റിസീവിങ്ങിലുണ്ടായ ഒരു വലിയൊരു എപ്പിറ്റോം ഉണ്ട്. ഇതിൻ്റെ എല്ലാവരും എല്ലാ തരത്തിലും ഭ്രമയുഗം ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനൊരു എക്സ്റ്റൻഷൻ പോലെ അത് ഇപ്പം എത്തി നിൽക്കുന്നത് കേരള സ്റ്റേറ്റ് അവാർഡ്സിൽ 4 അവാർഡ് കരസ്ഥമാക്കിയിട്ടാണ്. എന്താണ് ഈ മൊമെന്റ്? ഭ്രമയുഗത്തിന്റെ ജേണി നെക്സ്റ്റ് ഇയറിൽ എത്തിയിരിക്കുകയാണല്ലോ. ഭ്രമയുഗം ആക്ച്വലി ഒരു നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഭ്രമയുഗം മറ്റു പടങ്ങൾ പോലെ അല്ല. ഭ്രമയുഗം ഒരു 5 years അല്ലെങ്കിൽ 10 years കഴിഞ്ഞ് ഭ്രമയുഗം എടുത്തു നോക്കിയാലും ഭ്രമയുഗം വാലിഡ് ആയിരിക്കും. അങ്ങനെ ടൈം റെസ്ട്രെയിൻ ഇല്ലാത്തൊരു പടമാണ് ഭ്രമയുഗം. അങ്ങനെയുള്ള പ്രൊജക്ട്സ് വളരെ റെയറാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ
നാളെ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പ്രമേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ പോലും നമുക്ക് അതിനൊരു അതിശയോക്തി ഇല്ല. ഇതറിയാം. ആ ഒബ്വിയസ്ലി, കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു പ്രശ്നം, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അത് ബിയോണ്ട് ടൈമാണ് അതിന്റെ ഒരു ക്രാഫ്റ്റ് നിൽക്കുന്നത്. ഇപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ഇപ്പൊ ഇനിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഇതൊരു ബെഞ്ച് മാർക്കുമാണ്, മോഡലുമാണ്. അതെ, ഒരു മോഡൽ ബെഞ്ച് മാർക്കും കൂടി ആയതുകൊണ്ട് ഇനിയിപ്പോ ഇതൊക്കെ എന്താ പറയാ കമ്പാരിസൺ വരുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് പടം കുറച്ചുകൂടി മേലെ നിൽക്കും എപ്പോഴും. നാളെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. നമ്മള് പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇത് സർപ്രൈസ് ഉണ്ടാവും തോന്നുന്നില്ല. ഹാപ്പി സീൻ ആയിരിക്കും മാത്രമേ ഉള്ളൂ. ഈ ക്രാഫ്റ്റ് പറയുമ്പോഴും ഇതിൽ ഈ പറഞ്ഞ സന്തോഷം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ സദാശിവനായിട്ടുള്ള ഈ പറഞ്ഞ ഇതൊരു കോമ്പിനേഷൻ വർക്കിംഗ് ആണ് എല്ലാ തരത്തിലും, എല്ലാ കാര്യങ്ങളിലാണേലും. ഇപ്പോൾ ഇത് ടീം വർക്ക് എന്ന് പറയുമ്പോഴും എൻഡ് ഓഫ് ദി ഡേ പല മൾട്ടിപ്പിൾ കോമ്പിനേഷനാണ് ഇതിന്റെ ടീമാക്കി മാറ്റുന്നത്. ഇവിടെ എല്ലാം സർവൈവ് ചെയ്യുന്നതിൽ എവിടെ ഒരു മീറ്റർ നിങ്ങളുടെ കണക്ട് ആവുന്നതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ ഇതിന്റെ ഔട്ട് വരുന്നത്, ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ. മേക്കർ രാഹുൽ സദാശിവൻ, പുള്ളിയായിട്ടുള്ള കൊളാബറേഷൻസ്, ഇപ്പോൾ ഒരു പക്ഷേ ഡയറക്ടർ സ്പീഡായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അടികളായിരിക്കാം, കറക്ഷൻസ് ആയിരിക്കാം. എന്താ ശരിക്ക് നിങ്ങളുടെ ഒരു സക്സസ് ഫോർമുല എന്തായിരിക്കും? ഞങ്ങൾ ചില്ലാവാന്നുള്ളതാണ്. ഞങ്ങളാരും രാഹുലായാലും നമ്മളാരും അങ്ങോട്ടും വലിയ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. ഫ്രീഡമാണ് ത്രൂ ഔട്ട് ആവശ്യം. എനിക്കത് എപ്പോഴും കിട്ടാറുമുണ്ട്. ഞാൻ പൊതുവെ എല്ലാ പടങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും എനിക്ക് ഫ്രീഡം ചോദിച്ചു വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് എപ്പോഴും അത് കിട്ടാറുണ്ട്. രാഹുലിന്റെ കൂടെ അങ്ങനെ തന്നെയാണ്. രാഹുലൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് മതി, അല്ലെങ്കിൽ എൻ്റെ കട്ട് പോയിന്റ്സ് വേണം എന്ന് പറയുന്ന ഒരാളല്ല രാഹുൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഒരാൾ നമ്മളോട് ഇവിടെ കട്ട് ചെയ്യൂ, ഇത് മ്യൂസിക് ഇടും എന്ന് പറയുന്നതിൽ വലിയ ലോജിക്കില്ല. നമ്മൾ മെഷീനാണല്ലോ. അതെ, നമ്മൾ മെഷീനാണ്. അങ്ങനെ ഒരു വർക്കിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ സിനിമ കണ്ടതും പഠിച്ചതൊക്കെ എനിക്ക് സിനിമയിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു. രാവും പകലും എന്തൊക്കെയാണ് അതിൻ്റെ റെഫറൻസുകൾ എന്നുള്ളത് നമ്മൾ പിക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നത്. വിഷ്വല് മാത്രമല്ല, സൗണ്ട് ആണെങ്കിലും SFX ആണെങ്കിലും മ്യൂസിക് ആണെങ്കിൽ പോലും നമ്മൾ റെഫറൻസുകൾ പിക്ക് ചെയ്ത് രാഹുലായിട്ട് ഡിസ്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസാണ്. അപ്പോൾ രാഹുലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഫണ്ണാണ്. ഞങ്ങൾ ആക്ച്വലി ഹൊറർ പടമാണ് വർക്ക് ചെയ്യണമെന്നുള്ള മൂഡേ അല്ല, അവിടെ ഫുൾ ഫണ്ണാണ് ആക്ച്വലി. ഈ എന്താ പറയുക, എനിക്ക് സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കോൺട്രിബ്യൂഷൻ വാല്യൂ ഉള്ളതായിരിക്കണം എന്ന് പറയുന്നിടത്ത് എനിക്ക് തോന്നുന്നു ആ കോൺട്രിബ്യൂഷനിൽ ഭയങ്കര വെൽ എഡിറ്റഡ് സീക്വൻസ് ആയിട്ട് ഭൂതകാലത്തിൻ്റെ ക്ലൈമാക്സ് തോന്നിയിട്ടുണ്ട്. ആ ക്ലൈമാക്സിനൊരു മിഷൻ ഉണ്ടല്ലോ, നമ്മളെ ടെൻഷൻ എടുപ്പിക്കുക, ഭയപ്പെടുത്തുക. ഇതിൽ നിന്ന് എവിടെയെങ്കിലും ഒരു കുറച്ചെത്തും നമുക്ക് റിലീഫ് കിട്ടും വേണം, എന്നാൽ അതിൽ സസ്റ്റെയിൻ ചെയ്യേണ്ട ഭയം അവിടെ നിലനിൽക്കണം. ഈ പെർട്ടിക്കുലർലി ചോദിക്കുകയാണെങ്കിൽ ഭൂതകാലം ക്ലൈമാക്സ് സീക്വൻസ് നമുക്ക് ഒരുപാട് ഏരിയ ഒന്നുമില്ല. ഈ പറഞ്ഞ വീട് ഈ ഒരു കൺസോളിഡേറ്റഡ് സ്പേസ് നിന്നിട്ട് വേണം ഇതെല്ലാം അച്ചീവ് ചെയ്തെടുക്കാൻ. അതിനെ ബിലീവബിൾ ആക്കാനായിട്ട് ഉറപ്പായിട്ടും അത്ര നേരം സിനിമ കൊണ്ട് നമ്മൾ ആ സ്പേസിൽ എത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അമ്മയുടെയും മകൻ്റെയും ഈ ഭയം നമ്മളുടെ ഭയമായി മാറണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്യുന്ന മൊമെന്റ് എന്താ റീകളക്ട് ചെയ്തെടുക്കുന്ന സമയത്തേക്ക്? അത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വിഷ്വൽസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. അതിന്റെ ഗ്രാഫ് വളരെ സിമ്പിളാണ്. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിൽ പോകുന്നു, കിച്ചണിൽ പോയി ചായ എടുത്ത് തിരിച്ചു വരുന്നു, ഡോർ തുറക്കുന്നു, പുറത്തു പോകുന്നു, അത്ര ആക്ടിവിറ്റി ഉള്ളൂ. പക്ഷെ ഈ ഒരു ആക്ടിവിറ്റിനെ നമ്മൾ ഒരു സ്പെഷ്യൽ എൻറ്റിറ്റി അവിടെ വരികയാണ്. ഒരു ഗോസ്റ്റ് ക്യാരക്ടർ വരുമ്പോൾ ഇതിന്റെ ഗ്രാഫ് മാറി. ഇതേ ആക്ടിവിറ്റി തന്നെ ഇതിന്റെ പേസിങ് മാറി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒരു അടി വെക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചുവട് വെക്കും തോറും അവിടെ റിയാക്ഷൻ മാറും. അത് വിചാരിച്ചിട്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. അങ്ങനെ കുറച്ച് ഈ പറഞ്ഞ പോലെ ടൈം എടുത്ത് നമ്മൾ മൂവ് ചെയ്ത് പതുക്കെ പതുക്കെ ആ സ്പേസുകൾ പിടിച്ചു പോകുന്ന ഒരു സ്പേസ് ആയിരുന്നത്. അത് ആക്ച്വലി ഹൊററിന്റെ ഈറിനെസ്സിനെയാണ് അത് ഫുള്ള് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അതിനൊരു ബാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ അതിലില്ല. ആ സ്പേസിൽ ഒട്ടുമില്ല. ഇല്ല. അത് ഇപ്പൊ പണി കിട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ബിൽഡപ്പിലാണ് ആ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗംഭീര പെർഫോമൻസസ് ആണല്ലോ അവിടെ വരുന്നത്. രേവതി ചേച്ചി ആണെങ്കിലും ഷെയ്നൊക്കെ ഞാൻ ഇത്രയും ലൗഡായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഇന്റൻസ് ആയിട്ട്
ഷെയ്ന്റെ പെർഫോമൻസ് അതിലെ ഏറ്റവും സ്ട്രഗിൾ പോയിന്റില് അമ്മയുടെ വായും കൂടെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന അയ്യോ ആ ക്യാരക്ടറിന്റെ ആ മൊമെന്റ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആ, നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അതെ, ഷെയ്ൻ ആക്ച്വലി ഓൾറെഡി ഇന്നായിരുന്നു ആക്ച്വലി ക്യാരക്ടറിന്റെ അകത്ത് ഭയങ്കര ഇന്നായതുകൊണ്ട് എനിക്കൊരിക്കലും നമ്മൾ പുറത്തുനിന്ന് ഷെയ്നെ കണ്ട് സംസാരിക്കുമ്പോൾ പോലും ആ ഷെയ്നല്ല നമ്മൾ ഫ്രെയിമിൽ കാണുന്നത്. നമ്മൾ ചേച്ചിയും രേവതി ചേച്ചിയൊക്കെ ഭയങ്കര എക്സ്ട്രോർഡിനറി വർക്ക് ആയിട്ട് ഫീൽ ചെയ്തത്. ഈ ക്ലൈമാക്സ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് DSCയുടെ ഇന്റർവെൽ സീക്വൻസ്. ഉറപ്പായിട്ടും ആളുകൾ ഈ പടം കണ്ടു തുടങ്ങുന്ന സമയത്തേക്ക് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ജേണി ഉണ്ട് പടത്തിന്റെ. അതിലൊരു ബ്രേക്കിംഗ് പോയിന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതേ ടെൻഷൻ ബിൽഡിങ്, ഈ വീടിന്റെ അകത്ത് ഈ മുറിയിൽ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങി വരുന്ന ഡെയിലി ജേണിയുടെ തന്നെ നെക്സ്റ്റ് വേർഷൻ ആണ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. പെർട്ടിക്കുലർ ഇന്റർവെൽ സീക്വൻസ് ഇതിന്റെ ഒരു ബ്രീഫ് ഉറപ്പായിട്ട് ഓൾറെഡി ഉണ്ടാവുമല്ലോ ഡയറക്ടർ സൈഡിൽ നിന്ന്. റഷ് കാണുന്നു, ഇതിനെ കട്ട് ചെയ്യുന്നു, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതില് ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഞാൻ പ്രീ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവും. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് അതിൽ എന്തെങ്കിലും കറക്ഷൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാനിരിക്കുന്നത്. അതല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അവസരം ഉണ്ടായിട്ട് നമ്മളത് യൂസ് ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ വരും. ഞാൻ ഫുള്ള് സ്ക്രിപ്റ്റ് വായിച്ച് നമ്മളേതായിട്ടുള്ള ഒരു വിഷനിൽ നമ്മൾ വർക്ക് ചെയ്ത് പിടിക്കുക എന്നുള്ളൊരു ഐഡിയ. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറിന്റെ ഇൻപുട്സ് ഒന്നും വരാറില്ല. അത് നിങ്ങൾ പ്രീഡ് തന്നെ സോൾവ് ചെയ്യും എല്ലാ കാര്യങ്ങളും. പിന്നെ വിഷ്വല് കണ്ടിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ വിഷ്വൽ. ഇപ്പൊ നമ്മൾ വിചാരിച്ച ഗ്രാഫ് ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ജോഗ്രഫി ആയിരിക്കണം എന്നില്ല. അവർ ഷൂട്ട് ചെയ്യാൻ പോയപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എവിടെയാണ് സൗണ്ട് വരിക, എവിടെയാണ് എന്ത് സൗണ്ടാണ് കേൾക്കുക, ചില സൗണ്ട് തന്നെ കേൾക്കുവോ, അതൊക്കെ നമുക്ക് ആക്ച്വലി എഡിറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. എവിടെ കേട്ടാൽ മതി എന്നുള്ളതൊക്കെ നമ്മൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അത് കാണിച്ച് നമ്മൾ അതിന്റെ ഒന്നിച്ചിരിക്കുമ്പോൾ പിന്നെ അതിനെ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ സീനിൽ എനിക്ക് നമ്മൾ ആക്ച്വലി കുറച്ചുകൂടി സ്പേസ് ഔട്ട് ആയിട്ട് ചെയ്തതാണ് ആ സാധനം. കാരണം കുറച്ചുകൂടി ഇയറിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്റർവെൽ ബ്ലോക്ക് കുറച്ചുകൂടി സ്പേസ്ഡ് ഔട്ട് ആയിട്ടാണ് എല്ലാ സാധനങ്ങളും നിൽക്കുന്നത്. എസ്പെഷ്യലി റിയാക്ഷൻസ് ഒക്കെ അങ്ങനെയാണ്, അധികം റിയാക്ഷൻസിലല്ല നിൽക്കുന്നത്. അപ്പോൾ പെർട്ടിക്കുലർലി നമ്മളൊരു ട്രഡീഷണൽ കൺവെൻഷണൽ കട്ടല്ല അവിടെ വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മളൊരു ആക്ടിവിറ്റി കേൾക്കുമ്പോൾ നമ്മളൊരു കൺവെൻഷണൽ കട്ട് വെക്കും, അങ്ങനെ അവിടെ ചെയ്തിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആവശ്യമുള്ള റിയാക്ഷനിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഡിസിഷനൊക്കെ നമുക്ക് എടുക്കാൻ സ്പേസ് ഉണ്ട്. ഇത് ഒന്നിച്ചിരുന്ന് കൊളാബറേറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ഉറപ്പായിട്ടൊരു ഇന്റർവെൽ സീക്വൻസ് എന്ന് പറയുന്നത് ഇത് ആളുകളെ ഹുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയകളിൽ ഒന്നാണല്ലോ. ഈ പ്രീ ക്ലൈമാക്സിന് മുന്നേ ആളുകൾ ഇവിടെ ലോക്കായാലാണ് അടുത്ത ഹൈ പോയിന്റ് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് ശരിക്കും റെസ്പോൺസിബിലിറ്റി കൊണ്ടല്ലേ. മറ്റു സിനിമകളാണെങ്കിൽ കൂടി ഈ ഇന്റർവെൽ പലരും പറഞ്ഞു കേട്ടില്ല, ഞാൻ ചോദിക്കുന്നത് ക്ലൈമാക്സ് ആയിട്ട് എല്ലാവരും പറയാറുണ്ട്. ഈ ഇന്റർവെൽ ബ്ലോക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതും അതിൽ എഡിറ്റിൽ ഈ മുറുക്കല്, ആളുകൾ അതിൽ ലോക്കാക്കല്. പിന്നെ തീർച്ചയായും നമ്മളെ സിനിമകളുടെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഇന്റർവെൽ ബ്ലോക്ക് വളരെ പ്രാധാന്യമുള്ളത്. നമ്മളൊരു ഹോളിവുഡ് പടം കാണുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ല. നമ്മള് നമ്മുടെ കൾച്ചറിൽ അതെ നമ്മളൊരു എന്താന്ന് വെച്ചാൽ നമ്മൾ വലിയ പടങ്ങൾ ചെയ്തിട്ട് ഈ ചെറിയ പടങ്ങൾക്ക് എത്തുമ്പോഴും നമ്മൾ അതേ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ DSCR ആക്ച്വലി 150 ചോടെയുള്ള പടമാണ്. ഒരു ഇന്റർവെൽ ഇല്ലാണ്ട് ഒറ്റയടിക്ക് ഓടിച്ചു കഴിഞ്ഞാലും RRRന്റെ ഫസ്റ്റ് ഹാഫ് പോലെ വരത്തുള്ളൂ. ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്വഭാവ ഗുണം നമ്മളെ പടത്തിന്റെ സ്വഭാവങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് മാറ്റാൻ സാധ്യതയില്ല. നിർബന്ധിതരാവുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. തീർച്ചയായും നിർബന്ധിതരാവുകയാണ്. വേറെ നിവൃത്തിയില്ലല്ലോ നമുക്ക്. ഇന്റർവെല്ലില് ഹൈ കിട്ടിയാലേ പടത്തിന്റെ ടോക്കുകൾ വരുള്ളൂ. അപ്പൊ എഴുതുമ്പോ തന്നെ ഇന്റർവെല്ലിൽ ഹൈ വെച്ചിട്ടാണല്ലോ എഴുതുന്നത്. അത് നമ്മള് പ്രോപ്പറായിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഐഡിയ ആണ് ഫിക്സ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിനിമയുടെ പോസ്റ്റ് റിലീസ് വന്ന ഈ എഴുത്തുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇന്റർവെൽ വേണ്ടായിരുന്നു കുറെ ഉണ്ടായിരുന്നു. ട്വിറ്ററിലൊക്കെ നോക്കുമ്പോൾ റെഡിറ്റ് വരെ എനിക്ക് തോന്നുന്നു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഇന്റർവെലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. ആളുകൾ ഇന്നായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ആക്ച്വലി ക്യൂബില് പ്രിവ്യൂ കാണാൻ പോയപ്പോ സാധാരണ നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. ഞങ്ങൾ പടം കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് അടുത്ത് ഇടാലോ, സെക്കൻഡ് ഹാഫ് അങ്ങനെ പോയത്. നമുക്ക് തന്നെ അത് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് വേറെ അല്ലേ, തിയേറ്ററിന്റെ ഡിമാൻഡ് വേറെ അല്ലേ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു കമേഴ്ഷ്യൽ ബിസിനസ് തീർച്ചയായും നടക്കുന്നുണ്ട്. എല്ലാ തരത്തിലും അതിനുള്ള സ്പേസ് അവിടെ ആവശ്യമാണ്. അതെ, എസ്പെഷ്യലി DSCR ആക്ച്വലി പർപ്പസ്ഫുള്ളി തിയേറ്ററിന് വേണ്ടി ചെയ്ത പടമാണ്. ഭൂതകാലം പോലെ ചെയ്ത പടമല്ല. ഭൂതകാലം ആക്ച്വലി തിയേറ്ററിന് വേണ്ടി ചെയ്യുന്നതല്ല. ഇത്
പക്ക തിയേറ്റർ കമേഴ്ഷ്യൽ എലിമെന്റ്സ് വെച്ച് വരുന്ന ഒരു പടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്കെയറുകളും പരിപാടികളും അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്യണം. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതോടത്ത് ഈ പറഞ്ഞ ഹൊറർ പരിപാടികളിലെല്ലാം റിവീലിംഗ് നടക്കുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു കുഞ്ഞു ജോണർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഇവരൊരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ഇവരിതൊരു ഈ റിവീലിങ്ങൾ ഇവർ തേടി പോവാണല്ലോ പിന്നീട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഇതിലോട്ട് കടക്കുമ്പോൾ സിനിമയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ എഡിറ്റിൽ എത്രയൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഇത് ഒറ്റ സിനിമയാണ്. ഈ ഫ്ലോ, ഈ ഇമോഷൻ എല്ലാം കൃത്യമായിരിക്കണം. എഡിറ്റിൽ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എടുക്കലുണ്ടോ? അതായത് ഈ സിനിമയുടെ സ്വഭാവം ഷിഫ്റ്റ് ആവുന്നിടത്ത് ഭയങ്കര ജമ്പ് ആവാൻ പാടില്ല, വിഷ്വലി അത് ഭയങ്കര പ്ലീസിങ് ആയിരിക്കണം, ആളുകൾ ഇതിൽ കണക്റ്റഡ് ആയിരിക്കണം. ഞാൻ ഇന്റർവ്യൂ ചോദിക്കാൻ കാരണം അത് തന്നെയാണ്. ഇപ്പം ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്ന് ഒരു തിരിച്ചു വരുമ്പോഴത്തേക്കും സിനിമ എൻറ്റയർലി വേറെ രീതിയിലോട്ട് മാറുകയാണല്ലോ. അങ്ങനെ ഒരു സിനിമയുടെ സ്വഭാവം സെറ്റ് ചെയ്യുന്നു, അതിൽ ഫ്ലോ കൃത്യമായിരിക്കുക എന്നുള്ളത്. അത് പറഞ്ഞ പ്രീ തൊട്ടുള്ള ഡിസ്കഷനിലൊക്കെ ഇതിന്റെ എഫേർട്സ് നടക്കുന്നുണ്ടാവുമല്ലോ. രണ്ട് രീതിയിൽ ആക്ച്വലി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പടത്തിനെ രണ്ട് പടമായിട്ട് കാണരുത് ഒരിക്കലും. നമുക്കതൊരു പടമായിട്ട് തന്നെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു കഥ പറഞ്ഞ് വേറൊരു കഥ പറയുമ്പോൾ അതിന്റെ കണക്ട് എപ്പോഴും വേണം. അപ്പോൾ ആ കണക്ട് എത്രയും പെട്ടെന്ന് നമ്മളത് കണക്ട് ചെയ്യിച്ച് പോവാന്നുള്ളതാണ്, നമ്മൾ ആവശ്യമുള്ള സ്പേസിലേക്ക് പോവാന്നുള്ളതാണ്. ഞാൻ പറയുമ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കും പോലെയാണ്. നമുക്ക് ആക്സിലേറ്റർ അടിക്കാൻ പറ്റിയ അടിച്ചു മുന്നോട്ട് പോവാണ്. ഗ്യാപ്പ് കിട്ടുന്ന വരെ നമുക്ക് എത്താൻ ഡെസ്റ്റിനേഷൻ എത്തുക എന്നുള്ള സ്പേസ് അല്ല. അപ്പോൾ ചില സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകുമ്പോൾ നമ്മൾ അതിനെ ടൈം എടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. കുറച്ച് പ്ലോട്ടിൽ നിന്ന് ഡീവിയേറ്റ് ആവുന്നു തോന്നുമ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകും. പ്രൊവൈഡഡ് എല്ലാ കാര്യങ്ങളും പറയണം, മിസ്സാവാതെ എല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കഥകളൊക്കെ കറക്റ്റായി പറയാന്നുള്ളത് മാത്രം, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് ആ ഒരു ഫോക്കസ് മാത്രം ഉണ്ടായാൽ മതി. നമ്മൾ വേറെ ഒരു എന്താ പറയാ, അവിടെ പോയിട്ട് ഒരു പുതിയ കഥ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളിത് എന്തിനു വേണ്ടിയിട്ട് അവിടെ വന്നെന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല. പിന്നെ അതിന്റെ ഇടയിൽ ചെറിയ ഹൊററും പരിപാടികളും വരുമ്പോൾ മറ്റേ ഇതില് രസമുള്ള രണ്ട് മൊമെന്റ്സ് ആയിരുന്നു. ഒന്ന് ഈ മോണ്ടാഷ് കട്ട് ചെയ്തത്, ഈ 16 അടിയന്തരം വരെയുള്ള മോണ്ടാഷ് സീക്വൻസ് ഭയങ്കര രസമുള്ളതായിരുന്നു. അത് ടൈറ്റ് ആയിരുന്നു, അതിൽ ബിലീവബിൾ ആയിരുന്നു. അതെ അതെ, അത് ആക്ച്വലി അവിടെ ഒരു സാധാ ഒരു ടിപ്പിക്കൽ പടത്തിൽ നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സീനിലേക്ക് പോയാൽ മതി. നമുക്ക് ആ മോണ്ടാജിന്റെ ആവശ്യമില്ല. അതെ, അങ്ങനെയാണ് അത് നമ്മളെ കർമ്മം കാണിക്കുമ്പോൾ തന്നെ. ഇതിലങ്ങനെയല്ല വരുന്നത്. നമുക്ക് വെയിറ്റിംഗ് ഭയങ്കര ആവശ്യമാണ്. അതില് ഈ പറഞ്ഞ റോഹന്റെ വെയിറ്റിംഗ് ഉണ്ടല്ലോ. അതെ, വെയിറ്റിംഗ്. അതെ, നമ്മൾ ആ ക്യാരക്ടർ ഇപ്പൊ എല്ലാരും റോഹന്റെ കൂടെയാണ്. അപ്പൊ ആ വെയിറ്റിംഗ് നമ്മൾ കാണിച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ മോണ്ടാജിന് വാല്യൂ വരുന്നത്. രസമുള്ള മോണ്ടാജ് ആയിരുന്നു. ബീറ്റ്സ് ഫോക്കസ് ചെയ്യുന്നതും ഈ പറഞ്ഞ ഈ എന്താ പറയുക കുറെ സ്റ്റാറ്റിക് ഷോട്ടുകളിൽ ഇത് ഡേ നൈറ്റ് ട്രാൻസിഷൻ സെറ്റ് ചെയ്യുന്നതും ഈവൻ സോഫയിൽ ഇരിക്കുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നല്ലോ, നൈറ്റ് ഡേ വന്നത്. അതിനെ പറ്റി പറയുമോ? അത് ആക്ച്വലി ഒരു ഷോട്ട് ഓൾറെഡി അങ്ങനെ ഷൂട്ട് ചെയ്ത സാധനമായിരുന്നു. അതൊരു എഡിറ്റില് പരിപാടികളും ഫുട്ടേജ് തന്നെ അങ്ങനെ അവര് ഫിക്സ് ചെയ്തതായിരുന്നു. അതും പിന്നെ രാവിലെ പിടിച്ചൊരു പരിപാടിയായിരുന്നു. സാറ്റലൈറ്റ് ഇങ്ങനെ വന്നത് രാവിലെ ആക്കുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് പുറത്തേക്ക് ഒരു ഷോട്ട് കാണിച്ച് പിന്നെ അകത്തേക്ക് വരണ്ട, ആ മോഡ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുവരാന്നുള്ളൊരു ഐഡിയയിൽ പിടിച്ച പരിപാടിയാണ്. ഇത്രയൊക്കെ പറയുമ്പോഴേ ഞാൻ ഇപ്പോൾ ആലോചിക്കായിരുന്നു, ഈ എഡിറ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ ഇതെല്ലാം നടക്കുന്നു. ഈ പറയുന്ന പോലെ എന്താ ഇപ്പം നമ്മൾ ഹൊററായിട്ടല്ല ഇതിനെ കാണുന്നത്, നമ്മൾ ടെക്നിക്കലി വളരെ ഹാപ്പി ആയിട്ട് ഇത് ചെയ്ത് തീർക്കുന്നൊക്കെ പറയുമ്പോഴും ഈ ഇമോഷണൽ ആയിരിക്കും നമ്മൾ പ്രധാനപ്പെട്ടതാണല്ലോ. ബേസിക്കലി ആർട്ടിസ്റ്റ് ഇമോഷണലാണ്. ടെക്നിക്കലി എന്ത് കാര്യമാണെങ്കിലും ചെയ്യുന്ന സിനിമ അതിൻ്റെയൊക്കെ ഒരു ഇമോഷണൽ ജേണിയുടെ പാർട്ടാകുമ്പോൾ നമ്മൾ എന്തുമാത്രം ഇതിൽ ലിങ്ക്ഡ് ആണ്, നമ്മളുടെ ഇമോഷണൽ എങ്ങനെ വർക്ക് ചെയ്യണേ എന്നുള്ളത്. ശരിക്കും എഡിറ്ററുടെ ഇമോഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് ഇപ്പോൾ മൾട്ടിപ്പിൾ ജോണർ സിനിമകൾ ചെയ്യുന്നുണ്ട്, സ്കെയില് പല രീതിയിലുള്ള ചെയ്യുന്നുണ്ട്. DSL പെർട്ടിക്കുലർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു എഡിറ്റേഴ്സ് ഇമോഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ക്യാരക്ടർ ആരാണ് നമ്മളെ കഥ പറയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പടത്തിലിപ്പോൾ പ്രണവാണ് കഥ പറയുന്ന ഒരാൾ. കഥ പറയാൻ എന്താ സെൻസ് ലിറ്ററലി പറയല്ലേ, നമ്മളെ ട്രാവൽ ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നത് പ്രണവിന്റെ ക്യാരക്ടറാണ്. അപ്പോൾ പ്രണവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ ഇമോഷനും വരിക. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എമോഷൻ, ഇപ്പോൾ നമ്മൾ ആക്ച്വലി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് പല ഇമോഷൻസും വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ പടം കാണുമ്പോൾ നമുക്ക് അത്ര ഇമോഷൻസ് വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ആ ആവശ്യമില്ലാത്ത ഇമോഷൻസ് മാറ്റി വെക്കാനും
അല്ലെങ്കിൽ അതിനൊന്ന് ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ ഡിലേ ചെയ്യാനോ നോക്കുക. അങ്ങനെ ചെയ്ത് ഈ ക്യാരക്ടറിനെ വീണ്ടും കുറച്ചും കൂടി നമ്മൾ റീവർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടി വരിക. ഇമോഷൻസ് നമ്മൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവുമല്ലോ ഒരിക്കലും. ഒരു പടം കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി പോകും. എല്ലാ ക്യാരക്ടറിനോടും നീതി പുലർത്തണ്ടേ. അപ്പോൾ ഏത് സമയത്ത് ഏത് ക്യാരക്ടർ എന്ത് ഇമോഷൻ കൊണ്ടുവരണം, അങ്ങനെയുള്ള ടൈം കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വരണം. ഞാനൊരിക്കലും അങ്ങനെ ഇമോഷണലായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാനൊരു സീൻ കട്ട് ചെയ്ത് എനിക്ക് ആ കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ ആൾക്ക് വർക്കാവും എന്നുള്ള എനിക്ക് ഉറപ്പാണ്. അതിലൊരു ജനറൽ പബ്ലിക് കോമൺ മാൻ ഇമോഷണലി കണക്ട് ആവാന്നുള്ളത്. അതെ 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 ക്ലൈമാക്സ് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. എനിക്കത് ഇമോഷണലി കണക്ട് ആയി, ഭയങ്കരമായിട്ട് കണക്ട് ആയതുകൊണ്ട് എനിക്കത് ഷുവർ ആയിരുന്നു ആക്ച്വലി അത് വർക്കാവും എന്നുള്ളത്. ക്ലൈമാക്സിൽ നോക്കുമ്പോൾ 3 പേരുടെ ഇമോഷനോടെ സ്ട്രോങ് ആയി എല്ലാവരുടെയും ഇമോഷൻസിനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ നമുക്കത് കണക്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ളവർക്ക് അത് കണക്ട് ആവും. കാരണം നമ്മൾ ഇത്രയും പ്രാവശ്യം കണ്ടിട്ടും നമുക്കത് കണക്ട് ആവുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എല്ലാ പടത്തിനും അതെ. ഇപ്പം ഞാൻ ഗാർഗി വർക്ക് ചെയ്യുമ്പോഴും ഒരു ഇൻസിഡന്റ് ഗാർഗിയിൽ എന്താണെന്ന് വെച്ചാൽ സായി പല്ലവിയുടെ ഫാദറിന്റെ ഒരു കോർട്ട് റൂം ഡ്രാമ. അവര് കോർട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ചെരുപ്പൂരി എറിയുന്നത് മടിക്കുന്നു. ആ സീൻ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇമോഷണൽ. കട്ട് ചെയ്യുമ്പോൾ ഇല്ല, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണുമ്പോൾ അത് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു സാധനം തോന്നിപ്പോയത്. അപ്പൊ അത് പലരും തിയേറ്ററിൽ കണ്ടിട്ട് എല്ലാരും പറഞ്ഞത് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഒരു 100 പ്രാവശ്യം കണ്ടിട്ടും അത് കണക്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വർക്കാണ് എന്നുള്ളതിന്റെ ഒരു ലോജിക്ക് വരും. അതെ. ഈ ഇപ്പൊ പറഞ്ഞു പ്രണവിന്റെ പെർസ്പെക്റ്റീവിലാണ് നിൽക്കുന്നത്, പുള്ളിയുടെ ഇമോഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എഡിറ്റ് വരുമ്പോൾ ഇതിന്റെ ലെങ്ത് ഡ്യൂറേഷനിലാണ്, അവിടെയാണല്ലോ ഇതിന്റെ ഒരു ഈ പറഞ്ഞ ഫൈനൽ ടച്ചപ്പ് പോലെ ചെയ്തെടുക്കുന്നത്. അതിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ റോഹനും ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ പവറായിട്ട് ഫസ്റ്റ് എൻകൗണ്ടർ, ഈ ഐസ്ക്രീം സീക്വൻസ്, അവിടെ നിന്നുള്ള ഒരു ആക്ടറാണല്ലോ പെർഫോം ചെയ്യുന്നത്. ആളുടെ പെർഫോമൻസിലാണ് ഇതെല്ലാം വരുന്നത്. അയാളുടെ ഇപ്പോൾ പറഞ്ഞ ഓടുന്നതോ ചാടുന്നതോ വീഴുന്നതോ അലറുന്നതോ ഇതിനൊക്കെ ഒരു പോയിന്റിൽ കൂടുതലായ ആളുകൾക്ക് അതിൽ മടുപ്പ് വരാം. എന്നാൽ അതിൽ കൃത്യം സ്കെയിൽ വെച്ച് എവിടെ അത് കട്ട് ചെയ്യണം എന്നുള്ളത് ഡിസിഷൻ എടുക്കുന്നത് ആ പെർട്ടിക്കുലർ സീക്വൻസ്. ഇതൊക്കെ ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി കുറച്ച് എക്സ്റ്റെൻസീവ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇത്രയൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല, അതിൻ്റെ ഒരു വയലൻസ് കാണിക്കാനൊന്നും അത്ര വേണ്ടി വരില്ല. അപ്പം അതൊക്കെ കുറക്കാം, ചിലപ്പോൾ നമ്മൾ കൂട്ടി വെക്കും. ഈ പടത്തിനെ സംബന്ധിച്ച് ആക്ച്വലി നമ്മളെ ഇമോഷൻ കൺവേ ചെയ്യാന്നുള്ളതാണല്ലോ എപ്പോഴും വരുന്നത്. നമ്മളെ പ്രൊട്ടഗനിസ്റ്റ് എന്തോരം കഷ്ടപ്പെടുന്നു, എത്രമാത്രം സ്ട്രഗിളും കൂടെ. അതെ, ഒരു പരിധിക്ക് മേലെ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു അവേഷനായി മാറും. നമ്മൾ ടെക്നിക്കലായി പോകും പടം. നമ്മളുടെ ബ്രില്യൻസ് കാണിക്കാൻ ആ ഒരു സ്പേസിലേക്ക് പോകും. അപ്പൊ അതിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇമോഷൻ. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻ കൺവേ ആവുന്നുണ്ടോ, ആ ഇമോഷൻ വെച്ചിട്ട് നമുക്ക് അടുത്ത കഥ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കലാണ്. അവിടെ ആവശ്യമില്ലാത്തൊരു പെർഫോമൻസ്, ഒരു നാഷണൽ അവാർഡ് പെർഫോമൻസ് കൊടുത്തിട്ട് കാര്യമില്ല. കഥയ്ക്ക് ഉപകാരമില്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കി തന്നെ ചെയ്യണം, വേറെ ഇല്ല. ഈ ഇത്രയും സിനിമകൾ ചെയ്യുന്നു, ഈ പല ജോണറുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ റെട്രോ പോലുള്ള വലിയ സ്കെയിലുള്ള സിനിമ വരുന്നു. പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സ്കെയിൽ ഇൻ ദ സെൻസ് അത്ര ആളുകൾ വരെ ഓരോ ഫ്രെയിം വരുന്ന പോലെയുള്ള സിനിമകൾ. എന്നാൽ ഭൂതകാലം പോലെയുള്ള വളരെ വിഷ്വലി ചെറിയ സ്കെയിലിൽ ഒതുക്കുന്ന സിനിമകളുടെ ഭാഗമാവുന്നു. ശരിക്ക് ഷെഫീഖിന് ഈ എഡിറ്റിങ്ങിനുള്ള ഹൈ എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് സിനിമകൾ പല രീതിയിൽ പല ഇതിൽ ചെയ്യുമ്പോഴും ഇതിലൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഹുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഹൈ പോയിന്റ് ഉണ്ടാവുമല്ലോ. എന്താ ശരിക്കും എഡിറ്റിങ്ങിനോട് ഒരു ഇഷ്ടം, ഹൈ കാര്യങ്ങളൊക്കെ? എഡിറ്റില് ഡ്രാമയാണ് ഹൈ. നമ്മൾ ആ ഡ്രാമ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആക്ച്വലി എനിക്ക് ആ ഒരു പവർ കിട്ടുന്നുണ്ടല്ലോ. ഒരു എന്താ പറയാ, ഒരു സീൻ വർക്ക് ചെയ്യുമ്പോൾ ആ സമയം എപ്പോൾ റിയാക്ട് ചെയ്യണം, എത്ര ഡിലേ വെക്കാം എന്നുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പവർ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു കിക്ക് ഉണ്ട് എപ്പോഴും. അയാളിപ്പോൾ റിയാക്ട് ചെയ്യണം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പൊ അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഡയറക്ടർ ഉദ്ദേശിച്ച പെർഫോമൻസ് അതിലുണ്ട്. പക്ഷെ മറ്റു പെർഫോമൻസുകൾ എപ്പോൾ വരണം, എപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഓവർലാപ്പ് ആവണം എന്ന് വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓവർലാപ്പ് ചെയ്ച്ച് കളയും, ചിലപ്പോൾ അത് എൻഹാൻസ് ചെയ്യും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു
രണ്ടുപേരും സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി നമ്മൾ സംസാരിക്കുമല്ലോ. ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സംസാരിക്കൂല, കാരണം അവർ ഓൾറെഡി പ്രെപ്പ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ ഡയലോഗ് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മറ്റാൾ ഡയലോഗ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിന്റെ ഇടയിൽ കൂടി മറ്റോടും കയറ്റി വെക്കും. അപ്പൊ ഇത്രയും സംസാരിക്കണ്ട, കുറച്ച് സംസാരിക്കുമ്പോഴത്തേന് ഇയാൾക്ക് സാധനം കിട്ടി, കമ്മ്യൂണിക്കേറ്റ് ആയി. അപ്പൊ ആ സബ്ജക്ട് തീരുന്നതിന് മുന്നേ ഇയാൾ കയറുമ്പോൾ ആദ്യം പറഞ്ഞ ആള് വോയിസ് നമ്മൾ കട്ട് ചെയ്തിട്ട് സെക്കൻഡ് വോയിസ് അങ്ങ് കയറ്റി വെക്കും. അപ്പോ ഒരു ഹൈ ആവും. അപ്പൊ അവിടെ വേറൊരു ഡിസ്കഷൻ വന്നു. അപ്പൊ ഇമോഷൻ മാറി. അങ്ങനെ ഈ പറഞ്ഞ പോലെ ടെൻഷൻ കയറ്റാൻ പറ്റും. റിലാക്സ്ഡ് ആക്കണം, റിലാക്സ്ഡ് ആക്കാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ രസമായിട്ട് വർക്ക് ചെയ്ത ഏതെങ്കിലും പടത്തിലെ സീക്വൻസ് പറയാൻ പറ്റും? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എല്ലാ പടങ്ങളും അങ്ങനെ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാറുണ്ട്. നല്ലതാണെങ്കിൽ വെക്കാം, നല്ലതല്ലെങ്കിൽ വെക്കണ്ട. കാരണം അത് പറയാനാണല്ലോ പിന്നെ നമ്മളെ കയ്യിൽ കൂടെ ഡയറക്ടർ പ്രൊഡ്യൂസറൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഓക്കെ ആയിട്ട് ഇത് തോന്നാറുണ്ട്. അപ്പൊ നല്ലതാണെങ്കിൽ വെച്ചോളാൻ പറയും. ചിലപ്പോ അത് അറിയത്ത് പോലുമില്ല അവർക്ക്, സീംലെസ് ആയിട്ട് അത് പോയിട്ടുണ്ടാവും. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള സീംലെസ് ആയിട്ട് പോകും. അപ്പോ സംഭവിക്കാറെന്താ വെച്ചാൽ നല്ല കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ നമുക്ക് അതിന്റെ ഒരു ഇത് അപ്രീസിയേഷന്റെ ആവശ്യം വരാറില്ല. നമുക്കറിയാം അത് അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ ശരി അടുത്തേക്ക് പോവാം, അങ്ങനെ പോകും. ഈ അത്തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ വിറ്റ്നസിങ് മമ്മൂട്ടി ആസ് കൊടുമൺ പോറ്റി എന്നുള്ളത് ഈ പറഞ്ഞത് ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നുണ്ടല്ലോ അവിടെ, ആരുടെ ഡയലോഗ് വരായി സീമ, അതിൽ മമ്മൂട്ടി അവിടെ പെർഫോം ചെയ്യുന്നു, അർജുന അശോകനുണ്ട്, സിദ്ധാർത്ഥ് വർദ്ധനുണ്ട്. ഈ അതിൽ ഒരു ജഡ്ജ്മെന്റ് എടുക്കുന്നത്, ഈ പെർഫോമൻസ് എഡിറ്റബിളിൽ കാണുന്നത്, അതിൽ ഈ കോൾ എടുക്കുന്നതിൽ രണ്ടു തവണ ചിന്തിക്കോ? എന്താ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇല്ല, അതിലെന്താന്ന് വെച്ചാല് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്ക ഈ കൊടുവൻ പോറ്റി എന്നുള്ള ക്യാരക്ടറാണ് അതിന്റെ മേജർ സാധനം. പക്ഷെ കഥ പറയുന്നത് ആക്ച്വലി ഈ മറ്റേ തേവൻ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പൊ തേവനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യിക്കേണ്ടത് എപ്പോഴും. തേവന്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കണം. തേവനെ പോലെയാണ് നമ്മളും ആ വീട്ടിൽ പോയി പെടുന്നത്. അപ്പോൾ തേവന്റെ ഇമോഷൻ കിട്ടിയാൽ മതി. നമ്മൾ ആ വീട്ടിൽ കയറുമ്പോൾ തേവൻ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമുക്കും ഫീൽ ചെയ്യണം. ഞാൻ നേരെ മറിച്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് കുടുംബൻ പോറ്റിയുടെ ഇമോഷനിൽ ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവൂല, കണക്ട് ആവൂല. അപ്പൊ സ്വാഭാവികമായിട്ടും എഴുതുമ്പോഴും അങ്ങനെ തന്നെയല്ല അവർ എഴുതി വെക്കുന്നത്. തേവന്റെ ട്രാവൽ അല്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ വർക്കൗട്ട് ചെയ്തെടുക്കും. ചില സമയത്ത് എന്താന്ന് വെച്ചാൽ എക്സ്റ്റെൻസീവ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. 4 ഷോട്ട് എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു 2 ഷോട്ട് എക്സ്ട്രാ കുടുംബൻ പോറ്റിക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബൻ പോറ്റിയുടെ കഥയായി പോകും. അപ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് തേവന്റെ റിയാക്ഷൻസിന് വാല്യൂ കൊടുക്കേണ്ടി വരും. തേവൻ എങ്ങനെയാണ് ഇതിന് റിസീവ് ചെയ്യുന്നത്, തേവൻ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അതിന് പ്രോമിനൻസ് കൊടുക്കേണ്ടി വരും. ചില സമയത്ത് LJ കട്ടൊക്കെ ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അവിടെയാണ് അതിന്റെ ഒരു ലാസ്റ്റ് ആരാണോ അത് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ ചില സമയത്ത് എങ്ങനെയാന്ന് വെച്ചാല് ഓവറോൾ പടത്തിനെ ബെനിഫിറ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ആ സീൻ ആരുടെ സീനാണോ അവർക്ക് പ്രോമിനൻസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഇമോഷണൽ കണക്ട് ആണ് എപ്പോഴും വലുത്. ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഇമോഷണൽ കണക്ട് ആയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഡിറ്റിംഗ് കൊണ്ട് കണക്ട് ആയിട്ടുള്ള ഒരു സിനിമ ഏതായിരിക്കും കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിൽ? ഞാൻ പേഴ്സണലി വർക്ക് ചെയ്ത എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര, ഷെഫീഖിനല്ലാത്തൊരു സിനിമയാണെങ്കിലോ, എന്റേതല്ലാത്തൊരു സിനിമയാണെങ്കിലോ, എനിക്ക് ഒരുപാട് പടങ്ങളുണ്ട്. അത് ഭയങ്കര ഒരു ചോദ്യം. സ്റ്റേജിലൊക്കെ ചിലപ്പോ ഇത് കൊള്ളാം. എനിക്ക് ആക്ച്വലി സിനിമകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു സിനിമ തോന്നും, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വേറൊരു സിനിമ അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. എനിക്ക് ഒരുപാട് സിനിമകൾ എനിക്കത് ഇമോഷണലി കണക്ട് ആവുന്നത് ഉണ്ട്. ഇപ്പൊ ജിഗർദണ്ഡ 1 വർക്ക് ചെയ്ത സമയത്ത് അതിന്റെ എഡിറ്റർ വിവേട്ടനാണ്. അതിൽ ആക്ച്വലി ഒരു സീനില് സേതു ഇവരെ വീട്ടിൽ വന്നിട്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. അതായത് ഇവർ എസ്കേപ്പ് ചെയ്യുക, പടം ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആവുന്ന സമയത്ത് സേതു ഇവരൊന്ന് അടിച്ചിട്ട് കത്തി വെച്ച് കുത്തിയിട്ട് നീ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സീൻ. ഭയങ്കര ഇമോഷണലി ഡാർക്ക് ആവുന്ന ഒരു സീനാണ്. നമ്മൾ പെട്ടെന്ന് അങ്ങനെ സ്പേസിൽ എത്തി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ്, പക്ഷെ വേറൊരാൾ നമ്മളെ കഴുത്തിന് പിടിച്ചിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. അത് നമ്മളപ്പോ പെട്ടെന്ന് ആലോചിച്ചു പോകും. കാരണം സിനിമയും കൂടി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണക്ട് ആവും. അങ്ങനെ തോന്നാറുണ്ട്. എസ്ര ആക്ച്വലി ഞാൻ അസിസ്റ്റ് ചെയ്ത ഒരു പടമായിരുന്നു. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഭയങ്കര കണക്ട് ആയി എന്ന് വെച്ചാൽ ഭയങ്കര കണക്ട് ആയി പോയി. കാരണം ഫസ്റ്റ് സീന് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കട്ട് ചെയ്തിട്ട്, ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സൗണ്ട്, മ്യൂസിക്, SFX ഒക്കെ ഇട്ട്
അതിനെ ഒന്ന് പൊലിപ്പിക്കാറുണ്ട്. അപ്പൊ ഞാനാണ് ആ ബിൽഡിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ. 10 മണിക്ക് രാത്രി എന്നിട്ടാണ് വെട്ടുന്നത്. 2-3 മണിയാകുമ്പോഴത്തേന് എഡിറ്റ് ആ സീൻ കഴിഞ്ഞു. ഫസ്റ്റ് നടന്നത് രാജേഷ് ശർമ്മയുടെ സീൻ, രാജേഷ് ശർമ്മ എടുക്കുന്ന സീൻ. അതെ അതെ, ആ മറ്റേ പെട്ടി അത് ആ സീൻ. അപ്പൊ അതിന്റെ രാത്രി സീൻ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ 2-3 മണിയാകുമ്പോഴത്തേന് പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് ഫുൾ ആയിട്ട് ഒന്നിരുന്ന് കാണണം. കാണാനിത് പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കണ്ട് പകുതി ആകുമ്പോഴത്തേന് എനിക്ക് തന്നെ പേടി തുടങ്ങി. കാരണം ഇതിന്റെ സൗണ്ടും പരിപാടിയൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ പേടി. കാരണം ഞാൻ ഓരോന്നൊരു 5 സെക്കൻഡ് വെച്ചല്ലേ വർക്ക് ചെയ്തിരുന്നത്. മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് ഇതിന്റെ പേടി തുടങ്ങി. ഞാൻ പതുക്കെ അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണി ആയിക്കോട്ടെ വിളിച്ചിട്ട് ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പേടിച്ചൊരു അത്ര പോലും ഞാൻ ആക്ച്വലി ഭൂതകാലത്തിനോ പ്രമേയത്തിനോ എനിക്ക് പേടി വന്നില്ല. പക്ഷെ ആ സീൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പേടി വന്നു. ഞാൻ പിറ്റേന്ന് കേട്ട് വന്നപ്പോ പറയുകയും ചെയ്തു. അപ്പൊ അത് വർക്കാവുന്നുണ്ടെന്ന്. അതെ, ഞാൻ 3 മണിക്കൂറപ്പോ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യും, വേറെ ഒന്നും ചെയ്യാൻ നേരം അത് പറ്റാറുണ്ട്. അങ്ങനെ നമുക്ക് ഇമോഷണലി കണക്ട് ആവും. അത് ഭയങ്കര, പക്ഷെ അത് ഒരു ഫൺ സ്പേസ് അല്ലേ, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ടല്ല. അത് നിങ്ങൾക്കുള്ള പ്രിവിലേജ് ആണ്. ഇത് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിച്ച് ചെയ്ത് കാണാം. നമുക്ക് ഒറ്റ കിട്ടുന്നുള്ളൂ. അതെ, എനിക്കത് മ്യൂട്ട് ചെയ്ത് കണ്ടാൽ മതി. പക്ഷെ മ്യൂട്ട് ചെയ്ത് എനിക്ക് അതിന്റെ റിയാക്ഷൻ കിട്ടൂല. ഇത് വർക്ക് ആവുന്നുണ്ടോന്ന് അറിയണ്ട. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഞാൻ സ്പീക്കറും വെച്ച് അതിന്റെ അകത്തുനിന്ന് ചെറിയ സൗണ്ടുകളാണ് വന്നോണ്ടിരിക്കുന്നത്. നമ്മള് റെഫറൻസ് ഡൗൺലോഡ് ചെയ്ത് ഇടുന്നതാണ്. അപ്പൊ എന്നാൽ പോലും ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോഴും അതൊക്കെ കേൾക്കുമ്പോഴും നമുക്കൊരു ഞെട്ടല് വരും. അത് ഭയങ്കര ഫണ്ണാണ് ആക്ച്വലി. ഈ ഹൊറർ ജോൺറ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു എസ്ര ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ റിസീവ് ചെയ്യപ്പെട്ടേനെ, ഇതിനൊരു കമേഴ്ഷ്യൽ വാല്യൂ കുറച്ച് ആളുകളിലോട്ട് എത്തിയേനെന്ന് തോന്നിയിട്ടുണ്ട്. അന്ന് എസ്രയുടെ ഒരു പോസ്റ്റ് റിലീസ് സിനാരിയൊക്കെ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ശരിക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്റർ? എസ്ര അന്നും വർക്കായൊരു പടം തന്നെയാണ്, കമേഴ്ഷ്യലി വർക്കായൊരു പടം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇന്ന് നമ്മൾ കമേഴ്ഷ്യലി സംസാരിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയി. ഇന്ന് പണ്ട് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ആണ് പറയുന്നത്, ലോങ് റണ്ണിൽ നിന്ന് മാറി ഇന്നിപ്പോ ലോങ് റൺ ഒരു പ്രശ്നമല്ല ആൾക്കാർക്ക്. കാരണം ആൾക്കാര് ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പടം കാണാനുള്ള ഒരു അവസരം ഉണ്ട് അല്ലെ. സ്ക്രീനുകളുടെ എണ്ണം കൂടിയാൽ പലതും ഉണ്ട്. അപ്പം അതെ, 50 days 60 days പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പോയി ഇപ്പോ ഫിനാൻഷ്യൽ നമ്പേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടാണ് മാറിയത്. അതിന്റെ ഒരു കമേഴ്ഷ്യൽ ഡിഫറൻസ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അല്ലാത്തപ്പോ എനിക്ക് തോന്നുന്നു ആ പടം അപ്പോഴും ഭയങ്കര റിസീവ് ചെയ്യപ്പെട്ട ഒരു പടമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ആ പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ ഓർമ്മയുണ്ട്. ഈ സിനിമകൾ എപ്പോഴെങ്കിലും റെഫറൻസ് ആക്കാറുണ്ട്? ഇപ്പോൾ ഒരു സ്പെസിഫിക് ജോൺറയിലൊക്കെ സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് സിനിമകളോ അല്ലെങ്കിൽ അത്തരത്തിൽ റെഫറൻസുകൾ പാർട്ടാക്കുന്ന സ്റ്റൈലുണ്ടോ? പല എഡിറ്റേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നൊരു സിനിമ ചിലപ്പോൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതേ ജോണറിലെ വേറൊരു സിനിമ കാണും, ചിലപ്പോൾ മൂഡ് കിട്ടാനായിരിക്കാം, അല്ലെങ്കിൽ ആ സിനിമകളിലെ കട്ട് പോയിന്റുകൾ നോക്കാനായിരിക്കും, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഷെഫീഖിന്റെ സ്റ്റൈൽ എങ്ങനെയാ ഒരു സിനിമ? ഞാൻ ആക്ച്വലി ഹൊറർ പടം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരാഴ്ച മുന്നേ ഞാൻ പ്രെപ്പ് തുടങ്ങും. ഒരു 10 ദിവസം മുന്നേ ഞാൻ ഈ പറഞ്ഞ പോലെ മിസ്സായി പോയ കുറെ ഹൊറർ ഫിലിംസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ കാണാൻ നോക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂഡിൽ നമ്മൾ തയ്യാറാവണം. അതെ, കാരണം നമ്മൾ 2 പടങ്ങളോ 3 പടങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ട് വരല്ലേ. അപ്പോ ഒരു കോമഡി പടം ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കയറുമ്പോൾ നമ്മളെ മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇതിന്റെ ആവശ്യം വരുള്ളൂ. ഒരു പോയിന്റിൽ നമ്മൾ ഇതിൽ ഹുക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഈ ജേണിയുടെ ഭാഗമായി. അപ്പോ നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റ് കുറച്ചും കൂടി ഒന്ന് ലെഫ്റ്റിലേക്ക് തള്ളി വെക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ തന്നെ ജേണി തുടങ്ങണം. ഓൾറെഡി പടത്തിന് ജേണി ഇവിടുന്നാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ജേണി തുടങ്ങി ഇവിടെ എത്തിയപ്പോൾ ഈ പടം കിട്ടി എങ്ങനെ പോയി എന്നുള്ള സ്പേസിലേക്ക് എങ്ങനെ പോയിക്കോളും. അതിനു വേണ്ടി ചെറിയ പ്രെപ്പ് ചിലപ്പോൾ ഒരാഴ്ച മുന്നേ കുറച്ചൊരു 5-10 പടങ്ങൾ മറ്റേ വാച്ച് ലിസ്റ്റിലിട്ട് കണ്ട് നല്ലതായാലും ചീത്തയായാലും നമ്മള്. ഈ ജോണറിൽ ഒരു ഇഷ്ടമുള്ള സിനിമ ഏതായിരിക്കും? ഇതിനൊരു സഹായിച്ചിട്ടുള്ള സിനിമ ഏതായിരിക്കും ഒരു മൂഡ് കിട്ടാനായിട്ട്? ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പൊ ലൈറ്റ് ഹൗസ് ആണെങ്കിൽ ലൈറ്റ് ഹൗസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അടുത്ത് കണ്ടതിൽ എനിക്ക് ടുഗദർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടുഗദർ ഭയങ്കര വർക്കായിരുന്നു. ബോഡി ഹൊറർ. ഓ യെസ്, ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടു തീർക്കാനും കഴിഞ്ഞിട്ട്. അതെ, എനിക്ക് അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ അത് ഫ്രസ്ട്രേഷൻ റെസ്റ്റ്ലെസ്നെസ് ആണ്. പക്ഷെ അത് നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ തിയേറ്റർ വിട്ട് പോകുമ്പോഴാണ് അതിന്റെ ഇമ്പാക്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ട് എനിക്ക് അത് തോന്നിയത്.
പിന്നെ ഈവിൾ ലേക്സ് എന്ന് പറഞ്ഞിട്ട് വെൻ ഈവിൾ ലേക്സ് എന്ന് പറഞ്ഞൊരു പടം കാണാം. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരുപാട് പടങ്ങൾ അങ്ങനെ, സ്പീക്ക് നോ ഈവിൾ, കുറേ ഉണ്ട്, നോസ്ഫെറാറ്റു. എനിക്കിതൊക്കെ പറഞ്ഞ പോലെ ഫണ്ണാണ്. എസ്പെഷ്യലി ഫണ്ണാവുന്നത് ഞാൻ ഹൊറർ കാണുമ്പോൾ ഞാൻ ഒരിക്കലും ഫാമിലി ഉള്ള സമയത്ത് കാണൂല. അവര് കാണണമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻ പറഞ്ഞ് വേറെ ഏതെങ്കിലും പടമൊക്കെ കാണാനൊക്കെ പറയും. എന്നിട്ട് അവരൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ പതുക്കെ ഹെഡ്സെറ്റും വെച്ച് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഇരുന്ന് കാണാം. അപ്പോഴാണ് ഇതിന്റെ കിക്ക് കിട്ടുന്നത്. അവരെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത്. അത് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒമൻ അങ്ങനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടം. ഫേവറേറ്റ് ആണ് അത്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഒമൻ അതെ അതെ ഇമ്പാക്ട്. ഓമൻ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ രാത്രി 2:30-3 മണിക്ക് ഇരുന്ന് കണ്ടിട്ട് ആ സെമിട്രി സീൻ വന്നപ്പോ ഞാൻ പതുക്കെ പോസ് ചെയ്ത് തിരിഞ്ഞു. പിന്നെ കാര്യങ്ങളുണ്ടോ, എനിക്ക് അത്ര പേടി വന്നു. അതേപോലെ വെയിൽ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, മറ്റേ പ്രൈമിലുണ്ടായിരുന്നു. അത് നല്ല രസമുള്ള പടം. അതും ഇതേപോലെ അന്ന് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ 2:30 മണിക്കാണ് പടം കണ്ടോണ്ടിരിക്കും. രാത്രി ഹെഡ്സെറ്റും വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കണ്ടോണ്ട് പെട്ടെന്ന് റൂഫിന്റെ മേലെ കൂടെ, ആസ്ബസ്റ്റോസിന്റെ റൂഫ്, പിടിപിടി സൗണ്ട്. അപ്പൊ ഈ സാധനം അവിടെ വന്നതല്ല, നമ്മൾ പെട്ടെന്ന് അതിന് സ്കിപ്പ് ആവൂലല്ലോ. അപ്പൊ അങ്ങനെ ഭയങ്കര എനിക്ക് തോന്നിയിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പേടിക്കുന്നത് പോലും നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുക എന്നുള്ളത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഈ ഇതൊക്കെ പറയുമ്പോഴേ പലപ്പോഴും പല പെർഫോമൻസ് കണ്ടിട്ട് ഡയറക്ടേഴ്സ് പറയുമല്ലോ കട്ട് കളിക്കാൻ മറന്നുപോയെന്ന്. ഈ എഡിറ്റേഴ്സ് കട്ട് ചെയ്യാൻ മറന്നു പോകുന്ന, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ അങ്ങനെ ഒരു പെർഫോമൻസ് വിറ്റ്നസ് മൊമെന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോൾ റെട്രോയിലെ ഭയങ്കര രസമുള്ള പെർഫോമൻസ് സൂര്യ ഡി പറഞ്ഞു ചിരിക്കാനുള്ള ശ്രമം. അത് തിയേറ്ററിക്കലി ഇപ്പോൾ FDFS കാണുന്ന പെട്ടെന്ന് മൊമെന്റ് സൈലൻസ് തിയേറ്ററില്. ഇയാളെ സ്ട്രഗിളിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ബ്രഹ്മയുഗം അവിടെ വരുന്നുണ്ട്, രേവതി മാം, ഷെയ്ൻ ഒരുമിച്ചുള്ള പെർഫോമൻസുകൾ. ഇപ്പൊ ഞാൻ എല്ലാ പടത്തിലും സിനിമ പെർഫോമേഴ്സ് ആണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നതും. അത്തരത്തിൽ ഈ പറഞ്ഞ ഭയങ്കര മെമ്മറബിൾ മൊമെന്റ് കിട്ടിയ, അല്ലെങ്കിൽ ഓക്കെ ഇത് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാം, ഇവിടെ ഞാൻ എല്ലാതും ഹോൾഡ് ചെയ്യാറുണ്ട്. ആക്ച്വലി എനിക്കൊരു പെർഫോമൻസ് നല്ലതാന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യും. കാരണം പ്രൊവൈഡഡ് അത് വാല്യുബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സീനിനോ അല്ലെങ്കിൽ ആ ഫിലിമിനോ അത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഹോൾഡ് ചെയ്യുക. അത് ഒരിക്കലും നടുക്കിട്ട് കട്ട് ചെയ്തിട്ട് വേറെ റിയാക്ഷൻ കൊണ്ടുവരാൻ നോക്കാറില്ല. കാരണം ചില സാധനങ്ങൾ സിംഗിൾ ഷോട്ടിൽ കാണാൻ ഭയങ്കര രസമാണ്. അത് അങ്ങനെ കാണിക്കുന്നതാണ് അതിന്റെ ഭംഗി. ഇപ്പോൾ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും ഇതിൽ മഴ പെയ്യുന്ന സമയത്ത് നമുക്കൊരു ഷാഡോ പ്ലേ പെർഫോമൻസ് ഉണ്ട്. ആ ഷാഡോ പ്ലേന്റെ ഇടയിൽ കട്ട് ചെയ്യാൻ തോന്നൂല. ആക്ച്വലി എവിടെയെങ്കിലും ഒരു റിയാക്ഷൻ കട്ട് ചെയ്ത് വേഗം പെട്ടെന്ന് അങ്ങോട്ട് തന്നെ വരണമെന്ന് തോന്നുന്നു. അത് ഭയങ്കര നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും. പടം കാണുമ്പോൾ നമ്മൾ അയാളെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ആ ഇമോഷനാണ് പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന സാധനം. അപ്പൊ മിക്ക സമയത്തും ഡയറക്ടേഴ്സ് സിംഗിൾ ഷോട്ടായിട്ട് ഷൂട്ട് ചെയ്യുന്നത് വളരെ വൈറ്റൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും. എനിക്ക് ആക്ച്വലി റെട്രോയിൽ അത് വെക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കും അതെ, ഡയറക്ടർക്കും അത് വെക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റേ സിംഗിൾ ഷോട്ട് സ്മൈല്, ചിരിക്കാനുള്ള ആ ഒരു കഷ്ടപ്പാട്. അതെ, കാരണം ഭയങ്കര രസമായിരുന്നു, അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. അത് വെച്ചതുമായിരുന്നു. പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് ടൈം ഭയങ്കര കൺസ്ട്രെയിൻ ആയിപ്പോയി. കാരണം വലിയൊരു പടം ചെയ്ത് ടൈം കൺസ്ട്രെയിനും വന്ന് അതിന്റെ പ്ലേസ്മെന്റും കുറച്ചൊന്ന് മാറി. അങ്ങനെ ഉണ്ടായില്ല. അത് പാട്ടിന്റെ ഇടയിൽ വന്നപ്പോ നമുക്കത് ഭയങ്കരമായിട്ടൊരു ഇതായി പോയി. അപ്പോ രണ്ടു ഭാഗത്തുള്ള കഥയും പറയേണ്ട ഒരു സാഹചര്യം വന്നു. അവരുടെ ഭാഗത്തുള്ള കഥയും പറയേണ്ടി വന്നപ്പോ അത് കട്ടായി പോയതാണ്. അല്ലെങ്കിൽ അത് തീർച്ചയായും സിംഗിൾ ഷോട്ട് ഭയങ്കര ഒരു ഓഡിയൻസിന് ഭയങ്കര പ്ലഷർ കിട്ടുന്ന ഒരു മൊമെന്റ് ആണുള്ളത്. ആക്ടർ ഇങ്ങനെ രസമായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്തേക്ക് അയ്യോ അത് ഭയങ്കര നമ്മളത് പേഴ്സണലി എൻജോയ് ചെയ്തു അങ്ങനെ ഒരു സാധനം. കാരണം അവരെന്നെ മാറിപ്പോയിണ്ടാവും. അവര് പെർഫോം ചെയ്യുമ്പോൾ അവർ മറന്നു പെർഫോം ചെയ്യാൻ. ഗാർഗിയില് ക്ലൈമാക്സിൽ സായി പല്ലവി കരയുന്ന സീനുണ്ട്. സായി പല്ലവി മറന്നുപോയി സായി പല്ലവി പെർഫോം ചെയ്യാന്നുള്ള. അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ജീവിതത്തിൽ ശരിക്കും എങ്ങനെയാണ് കരയുന്നത് അതേപോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു പക്ഷെ കാണാൻ. അപ്പൊ അത് കട്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ വെച്ചു, അവര് കരഞ്ഞുകൊണ്ടിരിക്കട്ടെ അത്ര വൈറ്റലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയതുകൊണ്ട്. പിന്നെ ഡയറക്ടറിനെ കട്ട് വിളിച്ചില്ല, പിന്നെ നമ്മള് കട്ട് ചെയ്യണ്ടല്ലോ, പുള്ളി മറന്നു. അതെ അതെ. ഈ റെട്രോയിന് സിംഗിൾ ഷോട്ട് സീക്വൻസ് ഉണ്ടല്ലോ പാട്ടിന്റെ വരുന്ന, അത് രസമുള്ള മൊമെന്റ് ആയിരുന്നു. തിയേറ്റർ അത് ഈ പറഞ്ഞ തിയേറ്റർ സ്റ്റഫ് ആയിരുന്നു ശരിക്കും, പക്ക തിയേറ്റർ സ്റ്റഫാണ്. അത് കൃത്യം എനിക്ക് തോന്നുന്നു പ്രീല് നിങ്ങൾ പ്ലാൻ ആൻഡ് എക്സിക്യൂഷൻ ആയിരുന്നു. ആക്ച്വലി പുള്ളി ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോ അങ്ങനത്തെ ഒരു സ്പേസ് കണ്ടെത്തി
ഒരു ഹാളിൽ എങ്ങനെയാണ് പുള്ളിക്ക് പറയാനുള്ള ഇമോഷൻസ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി പ്ലേസ് ചെയ്ത് ആദ്യം. താഴത്തെ ഡാൻസ്, ടെറസിൽ സംസാരം, പിന്നെ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഫൈറ്റ് എന്നുള്ളത് പുള്ളി തന്നെ അങ്ങ് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പുള്ളി അങ്ങ് റിഹേഴ്സൽ ഒരു ദിവസം എടുത്തു, 1-2 ദിവസം റിഹേഴ്സലാണ്. അതിന് മാത്രമായി. കാരണം അത്രയും ജനങ്ങളുണ്ട്, എല്ലാവരെയും വർക്കൗട്ട് ചെയ്ത് എടുക്കുകയും വേണം, കറക്റ്റ് ടൈമിങ് ആവണം, ടെക്നിക്കൽ ഇഷ്യൂസ് പ്രശ്നങ്ങൾ വരാൻ പാടില്ല, എല്ലാതും നോക്കി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഡയറക്ടർ മാത്രമല്ല ഇൻവോൾവ് ആവുന്നത്, ഡയറക്ടർ ഇൻവോൾവ് ആവുന്നുണ്ട്, സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, എല്ലാവരും ഇൻവോൾവ് ആവുന്നത്. അപ്പൊ എല്ലാവരും പാരലലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഇത്രയും 10,000 ആൾക്കാരും ഉണ്ട് അതിൻ്റെ അകത്ത്. അത് പുള്ളി കറക്റ്റ് ആയിട്ട് പിടിച്ച്. പിന്നെ സൂര്യ സാറ് പെർഫോമൻസും അത് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യണം. അത് ഭയങ്കര കൺഫ്യൂഷൻ പരിപാടിയാന്ന് തോന്നുന്നു. അതിൽ സ്റ്റിച്ചിങ് ഉണ്ടോ? സ്റ്റിച്ചിങ് ഇല്ല, സത്യമായിട്ടും സ്റ്റിച്ചിങ് ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ഫൈറ്റിന്റെ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലും എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വരാന്നല്ലാതെ റാമ്പിങ്ങോ കാര്യങ്ങൾ വരാന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ അകത്ത്. കാരണം അത് പ്യുവർ പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. പ്രത്യേകിച്ച് സൂര്യ സാർ ആയതുകൊണ്ട് ഒന്നും ആവശ്യം വന്നിട്ടില്ല. പുള്ളി ഫസ്റ്റ് ബ്രീഫിന് ശേഷം പുള്ളി നേരെ കയറി അടിക്കും. പുള്ളി ഭയങ്കര ക്ലീൻ ആണ് ആ കാര്യത്തിൽ. 2 ഷോട്ടാണ്, ഫസ്റ്റ് ഷോട്ട് പകുതിയെ പോയുള്ളൂ, പിന്നെ ഫുൾ ഷോട്ട് 2 പോയിട്ടുള്ളൂ. ഈ സിംഗിൾ ഷോട്ടിനെ പറ്റി പറഞ്ഞത് കൊണ്ട് ഒരു എഡിറ്റർ ഇവിടെ ഇരിക്കുന്ന ഉറപ്പായിട്ട് അഡോൾസൻസിന് വേണ്ടി ചോദിക്കണം എന്ന് തോന്നുന്നു. അഡോൾസൻസ് ഈ പറഞ്ഞ സിംഗിൾ ഷോട്ട് എപ്പിസോഡുകള് അതിന്റെ ഇമ്പാക്ട് ഉറപ്പായിട്ടും ആ ഷോ കണ്ടുവരുമ്പോഴത്തേക്കും പ്രേക്ഷകർ കിട്ടുന്നുണ്ട്. എന്താ അഡോൾസൻസ് മൊമെന്റ് എന്തായിരുന്നു? അല്ല, എനിക്ക് സിനിമ ടെക്നിക്കലി കാണുന്നേക്കാളും നല്ലത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ ടെക്നിക്കാലിറ്റി മറന്നു പോകും. എന്നോട് പലരും പറഞ്ഞത് അഡോൾസൻസ് സിംഗിൾ ഷോട്ട് ആണെന്നാണ്. പക്ഷെ ഞാനത് മറന്നുപോയി. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് അതിന്റെ ഇമോഷണൽ കണക്ട് ആയിക്കൊണ്ടിരിക്കണം. ആ പയ്യന്റെ പെർഫോമൻസ് എന്തുമാത്രം നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ടെക്നിക്കൽ സാധനങ്ങൾ ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ചിന്ത ഉണ്ടാവുള്ളൂ. ഒരു പടം കാണുമ്പോൾ ടെക്നിക്കാലിറ്റി നമ്മൾ ആലോചിക്കാറില്ലല്ലോ. ഇല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾ റെട്രോ കാണുമ്പോൾ പോലും നിങ്ങൾക്ക് അത് ഒരു സിംഗിൾ ഷോട്ട് ആണെന്ന് പിന്നെയാണ് മനസ്സിലാവുക. സിംഗിൾ ഷോട്ട് തീരുമ്പോഴാണ് മനസ്സിലാവുന്നുള്ളൂ. അല്ലെങ്കിൽ അത് സിംഗിൾ ഷോട്ട് ഇൻട്രസ്റ്റിംഗ് സാധനമാണെങ്കിൽ അങ്ങനെയാണ്. അതല്ലെങ്കിലാണ് അത് പ്രശ്നമാവുന്നത്. നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ബോറടിക്കാതെ നോക്കാന്നുള്ളതാണ് സിംഗിൾ ഷോട്ട്. കാരണം അതിന്റെ ഇടയിൽ നമുക്ക് ഒരു കട്ട് ചെയ്തൊരു ഷോട്ട് ഇടാൻ പറ്റൂല, അത് പ്രശ്നമായി പോകും. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഈ പെർഫോമൻസ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും DSCയുടെ പെർഫോമൻസ് പറ്റി പറയണത്. പ്രണവ് ഉറപ്പായിട്ടും അവിടെ ഉണ്ട്, ജിബിൻ ഉണ്ട്, മറ്റുള്ളവരെല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരാണത് ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത്. എന്താ ശരിക്ക് ഈ പറഞ്ഞ അവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്ററുടെ പെർസ്പെക്റ്റീവ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉറപ്പൊരു പ്രേക്ഷകനും വർക്ക് ചെയ്യണല്ലോ. ഇവരുടെ ഇമോഷൻ കണക്ട് ആവുന്നുണ്ടോ? ഇവരുടെ ഒപ്പം നിൽക്കാൻ തോന്നുന്നുണ്ടോ? ഒരു പോയിന്റ് നമ്മൾ പ്രണവിന്റെ ഒപ്പമാണ്, പിന്നെ ഒരുമിച്ച് ഇവർ രണ്ടുപേരും ഒപ്പാവുന്നു, ഇവരൊരുമിച്ചാവുന്നു. ഇത് ആ പെർഫോമൻസുകളെ പറ്റി എന്താ ഒരു എഡിറ്റേഴ്സ് ടേക്ക് എന്താണ് ശരിക്കും? ഇപ്പൊ ഈ പറഞ്ഞ അതേ പോയിന്റ് തന്നെ. നമുക്ക് പടത്തില് ആദ്യം കോൺഫ്ലിക്റ്റ് കാണിക്കണ്ട. ആ കോൺഫ്ലിക്റ്റ് ആര് മുഖാന്തരമാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അവരെ കൂടെ നിൽക്കണം. അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ ഇൻവോൾവ്മെന്റ് എന്താണ് അത് നമ്മൾ കാണിക്കുക. അപ്പോൾ പെർഫോമൻസുകൾ ഈ പറഞ്ഞ പോലെ വളരെ ക്രിട്ടിക്കലായിട്ട് ആവശ്യമില്ലാത്തൊരു സമയത്ത് ഒരു പെർഫോമൻസ് ആണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിക്കണം. പക്ഷെ ചില സമയത്ത് ആ പെർഫോമൻസ് മാത്രം മതി, ഒരു സീൻ തന്നെ ചിലപ്പോൾ വേണ്ടാന്ന് തോന്നിപ്പോകും. ഇപ്പോൾ പല നെക്സ്റ്റ് സീന് ചിലപ്പോൾ ഒരു ഈ പ്രീവിയസ് സീനിൽ ഒരു ഷോട്ട് കാരണം അല്ലെങ്കിൽ കണ്ണിന്റെ ഒരു മൂവ്മെന്റ് കാരണം നമുക്കത് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരും. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അവിടെയാണ് പെർഫോമൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ ഒരു ലുക്കായിരിക്കും, ചുമ്മാ ഒന്നിങ്ങനെ സംസാരിച്ചിട്ട് പെട്ടെന്നൊന്ന് കണ്ണെടുത്ത് പുള്ളി ഒന്ന് മറ്റേ ക്യാരക്ടറിനെ നോക്കിയതായിരിക്കും. അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീനിനെ ഒഴിവാക്കി അതിന്റെ അടുത്ത സീനിലേക്ക് പോവാം. കമ്മ്യൂണിക്കേറ്റ് ആയി. അത് ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് എഴുതുമ്പോൾ പോലും നമുക്കത് കിട്ടിക്കോണമെന്നില്ല. നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഇതുവരെ നമ്മൾ ഷൂട്ട് എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഇത് പുള്ളി അപ്പൊ ചിലപ്പോൾ അടുത്ത സീനിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതിനെങ്കിൽ 2 സീക്വൻസ് ചോദിക്കാനുള്ളത്. ഒന്ന് ഈ പറഞ്ഞ ജിബിന്റെ ക്യാരക്ടർ മധുവും ഈ സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ടുള്ള എൻകൗണ്ടർ സീക്വൻസ്, അതിൽ ഈ ഭയം ബിൽഡ് ചെയ്യുന്നുണ്ട് കൃത്യമായ ഇടവേളകളിൽ. അവിടെ നിങ്ങളൊരു എസ്കേപ്പ് റൂട്ടിലൊരു പൊസിഷനിലെത്തുന്നു.
അവിടെ റെസ്റ്റോറൻറ്റിലൊരു ഷോർട്ട് ഡിവിഷൻ നടക്കുന്നു, ഈ ലൈറ്റ് പാസ് ചെയ്യുന്നത്, ഐ പോയിന്റ് വെച്ചിട്ട് ഡോറിന്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ടുള്ള ഇവരുടെ ഇന്ററാക്ഷൻ. എന്നാൽ അവിടെ ഈ തീപ്പെട്ടിയാണല്ലോ ടൂള്. ശരിക്കും നമ്മളെ ടെൻഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തീപ്പെട്ടി ടൂളാണ്. അത് ആക്ച്വലി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തീപ്പെട്ടിയൊക്കെ, നമ്മളാണ് കൂട്ടി വെക്കുന്നത്. തീപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നല്ല ബ്രില്യന്റ് മൂവ് ആയിരുന്നു. ആളുകൾ ടെൻഷൻ ആയി അവിടെ. അതെ, ടെൻഷൻ കേറ്റാൻ നമുക്ക് അതാണ്. ഇപ്പൊ ഡയറക്ടർ ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ ഡയറക്ടർക്ക് ഇന്റൻഷൻസ് ഉണ്ട്, ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ. അപ്പൊ നമുക്കത് എൻഹാൻസ് ചെയ്യാൻ നമുക്കൊരു ലിബേർട്ടി കിട്ടുമ്പോൾ നമ്മളത് എൻഹാൻസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോ 2 അടി അടിക്കുമ്പോൾ കത്തുന്നതായിരിക്കാം, പക്ഷെ അത് 4 അടി ആക്കും. അങ്ങനെ കുറച്ച് ടെൻഷൻ ആക്കാൻ പറ്റിയാൽ അത് സേഫ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രണവിന്റെ രസമുള്ള സീക്വൻസ് ആയിരുന്നു ഇത്. ഇപ്പൊ ഇനി സ്പോയിലർ അല്ലാന്ന് തോന്നുന്നു, ഈ പറഞ്ഞ ഹെയർ ക്ലിപ്പ് വെച്ചിട്ട് ലൈറ്റ് ആൻഡ് ഹെയർ ക്ലിപ്പ് സൗണ്ട് പ്ലേയും കൂടെ നടക്കുന്നുണ്ടല്ലോ, അത് ബിൽഡ് ചെയ്ത രസമായിരുന്നു. അതെ, അത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ടെമ്പോ സെറ്റ് ചെയ്തായിരുന്നു. അത് ഓൾറെഡി പ്രണവ് ചെയ്യുന്ന, അത് റോഹൻ ചെയ്യുന്ന ഒരു ടെമ്പോ ഉണ്ട്. നമുക്ക് ആ ടെമ്പോനേക്കാളും കുറച്ചും കൂടി റിലാക്സ്ഡ് ഒരു ടെമ്പോ വേണം തോന്നുകയാണെങ്കിൽ നമുക്കത് ആ ക്ലിപ്പിന്റെ ടൈമിങ്ങിനനുസരിച്ച് എഡിറ്റ് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് അത് കുറച്ചും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പിന്നെ അത് അതിന്റെ ഇമ്പാക്ട് കിട്ടുമ്പോൾ ഇതൊക്കെ ഒരു ബീറ്റ് വെച്ച് ആ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു എക്സ്ട്രാ ഒരു ആംഗിൾ ഷോട്ടും കൂടെ അത്ര സജഷൻസ് എഡിറ്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ? ഈ ക്ലിപ്പിന്റെ ക്ലോസ് ആയിരിക്കും 2-3 അത് ഞാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നതല്ലല്ലോ, അവർ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ എനിക്കത് വെച്ചിട്ട് എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഞാൻ ഒരിക്കലും അത് സജസ്റ്റീവായിട്ട് ബ്രോ ഈ ഷോട്ട് എടുക്കലും മച്ചാ ഈ ഷോട്ട് എടുക്കുക എന്ന് ഞാൻ പറയാറില്ല. അവർക്ക് തോന്നുന്ന അവരെ ഇൻറ്റ്യൂഷനിൽ വരുന്ന സാധനങ്ങൾ അവർ ചെയ്യുന്നു. പിന്നെ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്കത് എത്രത്തോളം കുറച്ചുകൂടി ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അത് എന്റെ കഴിവിന് വേണ്ടി ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ എന്റെ മിടുക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. സിനിമക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളങ്ങനെ വെക്കാൻ പറ്റുമെന്ന് നോക്കാറുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് പോവാണെങ്കിൽ പെട്ടെന്ന് പോവാൻ വേണം എന്ന് തോന്നാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അത് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. മൾട്ടിപ്പിൾ ലാംഗ്വേജ് സിനിമകൾ ചെയ്യുന്നു, അതിൽ തന്നെ ഈ സിനിമയുടെ ലാംഗ്വേജ് മാറുമ്പോൾ നേറ്റിവിറ്റി മാറുന്നു, ഫ്ലേവറുകൾ മാറുന്നുണ്ടല്ലോ. ഈ തമിഴിൽ പോകുന്ന സമയത്തേക്ക് പാട്ടുകൾ എന്നുള്ളത് സിനിമയുടെ കോർ എലമെന്റ് ആണ്. വിഷ്വലി ഡാൻസ് ഉണ്ടാവാം, പാട്ടുണ്ടാവാം. നമ്മളിവിടെ അത്ര പരിചയമല്ല. ഇപ്പൊ നമ്മുടെ സിനിമ സ്റ്റൈലിൽ അത് റെഗുലർ ആയിട്ട് കാണുന്നതല്ല. എന്നാൽ ഇപ്പോൾ റെട്രോ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ ഹിറ്റായ പാട്ടുണ്ട്, ഡാൻസ് നടക്കുന്നുണ്ട്. അതിനെ എഡിറ്റ് ചെയ്യാന്നുള്ളത്, ഒരു പാട്ട് എഡിറ്റ് ചെയ്യുന്നത് വിത്ത് ഡാൻസ് മൂവ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു ഈസി ടാസ്ക് ആണോ? അതിലെന്താ അതിൽ നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ? ശരിക്കും ഡാൻസ് മൂവുള്ള പാട്ട് എഡിറ്റ് ചെയ്യൽ ഭയങ്കര ഈസി ടാസ്ക് ആണ്. കാരണം ഓൾറെഡി കൊറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള ഒരു സാധനമല്ലേ. നമ്മളതില് ഡാൻസ് നമ്പേഴ്സ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു, പകുതി അല്ല 3/4 പണി കഴിഞ്ഞു. പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിയാക്ഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരിക. പാട്ട് എഡിറ്റ് ചെയ്യൽ എപ്പോഴും ഭയങ്കര സിമ്പിളാണ്. ഡാൻസ് മൂവ്സ് എപ്പോഴും ഭയങ്കര സിമ്പിൾ പരിപാടിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെയും മോൺടാജ് സോങ്സ് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറെ കൂടി കെയർഫുൾ ആവുന്നത്. കാരണം അവിടെ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് വരികയാണല്ലോ. ഡാൻസ് മൂവ്സ് കട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി സ്റ്റോറി, അതിലെന്താണോ സ്റ്റോറി പറയാനുള്ളത് അത് ഓൾറെഡി കൊറിയോഗ്രാഫർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അത് ഗൈഡൻസ് ആക്കി വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഈ ആക്ടേഴ്സ് പെർഫോമൻസ് ശേഷം പലപ്പോഴും ചില സമയങ്ങളിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ലോക്ക് ആവാൻ വേണ്ടി പറയാറുണ്ട്. ഡയറക്ടേഴ്സ് ചില സമയങ്ങളിൽ ഏതെങ്കിലും ക്യാരക്ടർ ഒരു ജേർണി ബാഗേജായി കൊണ്ടുപോയിട്ട് ഇതിൽ നിന്നൊരു ഹാങ് ഓവർ വിട്ടുപോകാൻ സമയം കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എഡിറ്റർക്ക് അങ്ങനെ, പ്രത്യേകിച്ച് ഷെഫീഖിൻ്റെ അടുത്ത് ഷെഫീഖാണ് ഒരു ഹാങ് ഓവർ തന്ന, അല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു ക്യാരക്ടറോ സീക്വൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും എനിക്ക് ആക്ച്വലി ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഇതേപോലെ ഞാൻ ഒരു പടത്തിൽ ഭയങ്കര ഇമോഷണലി കണക്ട് ആയിപ്പോയി. എന്നിട്ട് എഡിറ്റിംഗ് ടേബിളിൽ വന്ന എന്താ പറയുക ഇമ്പാക്റ്റ് പടം കഴിഞ്ഞപ്പോൾ ഫുൾ മിക്സ് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി പോയി. അതെ, നമ്മൾ ഓരോ ഫ്രെയിമും ഓരോ സൗണ്ടും നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് അത് അവർക്ക് എന്തോ ഒരു അപാകത കൊണ്ട് അവരത് ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരതിന് വാല്യൂ കൊടുക്കാത്തതുകൊണ്ട് അവർ ചെയ്യാതെ പോയി. അപ്പൊ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു പടത്തിന്റെ കൂടെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത് എന്നുള്ളതാണ്. ഭയങ്കര പാട് വരുന്നത്. കാരണം എനിക്ക് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് സമയം എടുത്തു. കാരണം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അതിന്റെ റെഫറൻസ് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് പവർഫുൾ പാക്ക് ആക്കി
അതിനെ നമ്മളൊരാളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക, നമ്മളത് ഇമോഷണലി ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമായി പോകും. അപ്പോൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അതിപ്പോൾ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും നമ്മളതിനെ അതിൻ്റെ കൂടെ ഒരുപാട് ട്രാവൽ ചെയ്യാതിരിക്കുക. അത് ഇപ്പോൾ അതിനൊരു സ്പേസ് കൊടുത്തിട്ട് ആ സ്പേസ് മാത്രം നമ്മൾ എൻജോയ് ചെയ്ത് പിന്നെ വേഗം അടുത്ത പരിപാടി ആലോചിച്ച് പോവുക. അതാണ് നമ്മൾ അതിൽ തന്നെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി പിന്നോട്ട് പോകും. അപ്പം അത് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. എങ്ങനെ ശരിക്കും ഇപ്പോൾ ഒരു എഡിറ്റർ അയക്കുന്ന കരിയറിൽ ഈ അപ്ഡേഷനും അപ്ഗ്രേഡിങ്ങും നടക്കുന്നത്? ഇപ്പോൾ സിനിമകൾ കാണുന്നതാണോ, ഈ പറഞ്ഞ പോലെ എന്താ ശരിക്കും നിങ്ങളൊരു പേഴ്സണൽ അപ്ഡേഷൻ എങ്ങനെയാണ് ഈ ഒരു? എനിക്ക് സിനിമകൾ തന്നെയാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ വർക്ക് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സിനിമ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ എവിടെയും എനിക്കൊരു സ്പേസ് അല്ലെങ്കിൽ ഒരു സമയം ചിലവാകുന്നില്ല. കുടുംബജീവിതം ഉണ്ട്, അതല്ലാതെ പിന്നെ എനിക്ക് ഫുൾ ടൈം സിനിമകളുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഞാനൊരു ട്രാവൽ ചെയ്യാനോ എനിക്ക് അങ്ങനെ ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരു മലമുകളിൽ പോയിരിക്കാനോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അത്രയും നേരം അപ്പം അടുത്ത സിനിമ കാണാം അല്ലെങ്കിൽ അടുത്ത സീരീസ് കാണാം, അങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറേ റെഫറൻസ് പാട്ടുകൾ, മ്യൂസിക്കുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അത് ശരിക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ പറഞ്ഞ ഇത് ഒരു പൂൾ ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ ആക്ച്വലി വലിയ ലൈബ്രറി ഉണ്ടാക്കിയാൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഡൗൺലോഡും ലൈബ്രറിയും പരിപാടിയും ചെയ്യാറുണ്ട്. അത് നമുക്ക് ആക്ച്വലി എന്താ വെച്ചാൽ ചെറിയൊരു അപ്ഡേഷൻ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു 100 പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ നമ്മളെ കയ്യിലിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ ആ ഒന്നിനെ കൊണ്ട് ചിലപ്പോൾ വലിയൊരു മാറ്റം സംഭവിക്കാൻ സാധ്യത ഉണ്ട് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ കാണുന്ന പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാട്ടുകൾ കേൾക്കാനും അതൊക്കെ ചെയ്യാൻ നോക്കാറുണ്ട്. മൊത്തം സമയം സിനിമക്ക് തന്നെയാണ് പോകുന്നത്, വേറെ എവിടെയും ചെലവാക്കാനൊന്നുമില്ല. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്ര സംസാരിച്ചു, ഇതിലെങ്കിൽ എഡിറ്റേഴ്സ് ടേക്ക് കൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് 2025 വർഷം ഓൾമോസ്റ്റ് എൻഡിലോട്ട് എത്തി. ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു, പല ഭാഷകളിൽ, പല സീരീസുകളാവും, ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ശരിക്കും ഒരു പേഴ്സണൽ ടേക്ക് അവേ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു സീരീസ് എന്തായിരിക്കും? എനിക്കൊന്ന് കൈൻഡ് ഓഫ് സജഷൻ കൂടിയാണ് കാണുന്ന പ്രേക്ഷകർക്ക്. എനിക്കറിയില്ല, ഇപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള പരിപാടികൾ കാണണമെങ്കിൽ ഞാനിപ്പോൾ റീസെന്റ് കണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെൻ ഈവിൾ ലർക്സ് എന്ന് പറഞ്ഞൊരു പടം കണ്ടു. എനിക്ക് ഭയങ്കര വർക്കായി. എഡ്ഗിൻ സ്റ്റോറി കണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. OTT ആണ് മേജറായിട്ട് ഇപ്പം നമ്മളെ എന്താ പറയുക സർപ്ലസ് ആയിട്ട് നമ്മൾ വർക്ക് കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം OTT വഴി കാണുന്ന പടങ്ങളാണ് കൂടുതലും ഇപ്പൊ വരുന്നത്. തിയേറ്റർ പടങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടുഗദർ കണ്ടു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് വെപ്പൺസിനേക്കാളും വർക്കായത് ടുഗദറാണ്. കാരണം അത് ഭയങ്കര ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ ഹുക്ക് സ്ട്രോങ് ആണെങ്കിലും ഒരു പോയിന്റ് നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. നമുക്കത് സുപരിചിതമാണ്, എക്സൈറ്റ്മെന്റ് ഇല്ല. നമ്മൾ ആ അണ്ടർഗ്രൗണ്ട് പരിപാടിക്ക് പോകുമ്പോഴാണ് നമുക്കൊരു ഹൈ കിട്ടുന്നത്. പക്ഷേ ഇവരൊക്കെ എവിടെയാണ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് പിന്നെ അതിന്റെ ഒരു സാധനം. പക്ഷെ ടുഗദർ അങ്ങനെയല്ല, ഇത് എന്താന്ന് നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കാൻ കുറെ സമയം എടുത്തു. അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഹൊറർ ആണെങ്കിൽ അങ്ങനെ, പിന്നെ ഫൺ പരിപാടികൾ ഒരുപാട് കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ റീസെന്റ് കണ്ടതിൽ ഇപ്പൊ ഈ കുറച്ച് മുന്നേ ഇറങ്ങിയൊരു പടം വരുന്നത് വസന്ത് ബാലയുടെ ഒരു പടം, അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മോണിക്ക മൈ ഡാർലിംഗ്, അങ്ങനത്തെ ഒരു പടം. അത് ഭയങ്കര ഫണ്ണായിരുന്നു തോന്നിയിരുന്നത്. കാണാറുണ്ട് അങ്ങനെ. ചിലത് റിപ്പീറ്റ് വാച്ച് ആയിരിക്കും, ചിലപ്പോ പഴയ പടങ്ങളായിരിക്കും. ഗുൽഷൻ ദേവയുടെ ഹണ്ടർ, അങ്ങനെ സത്യം അതൊരു ഭയങ്കര പാക്കേജ് ക്യാരക്ടറിന്റെ അത് പലരും പറയാറില്ല ഇവിടെ. അതാണ് എനിക്ക് ആക്ച്വലി ഗുൽഷനെ കുറിച്ച് പറയുമ്പോ എനിക്ക് മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഹണ്ടറാണ്. ഹണ്ടർ ഭയങ്കര രസമുള്ളൊരു സാധനമാണ്, പല ആൾക്കാരും കാണാത്തൊരു കാര്യമാണ്. അങ്ങനെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ കുറച്ച് മുന്നേ കണ്ട് പടക്കളം എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. പടക്കളത്തിന്റെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അതിന്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഞാൻ പടം കാണുമ്പോൾ ഞാൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് ത്രൂ ഔട്ട് ഞാൻ എൻജോയ് ചെയ്ത് ചിരിച്ചു മറിഞ്ഞ് കണ്ട ഒരു പടം, ഭയങ്കര വിലയുള്ളായിരുന്നു. എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും വർക്കായി. അങ്ങനെ കാണാറുണ്ട് എല്ലാ പടങ്ങളും. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഇവിടെ വരുന്നത് തൊട്ട് മുന്നേ കണ്ടിരുന്നത് കുറച്ച് മുന്നേ റിലീസായ ഒരു വെബ് സീരീസ് ബാർബേരിയൻ എന്ന് പറഞ്ഞിട്ട് എന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് അതിന്റെ ഒരു നോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആപ്പിൾ ടിവിയുടെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ കാണും.
അങ്ങനെ ലോസ്റ്റ് ബസ് കണ്ടിരുന്നോ? ലോസ്റ്റ് ബസ് കണ്ടു. എനിക്കത് വർക്കായിരുന്നു. നല്ല പോൾ ഗ്രീൻ ഗ്രാസിന്റെ എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കിംഗ് സെൻസ് ഭയങ്കര ഇഷ്ടമാണ്. മാത്യു മെക്കോൺഹെ ഭയങ്കര ഭയങ്കര ആക്ടറാണ്. പുള്ളി കോമൺ മാനായി കണ്ടു കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് കോമൺ മാൻ ആയി പോവും. അതാണ്, പുള്ളി പെട്ടെന്ന് നമ്മൾ അടുത്തിരിക്കുന്ന ആളെ പോലെ ആയി പോവും. അത് ഭയങ്കര രസമാണ്. പിന്നെ ഒന്ന് പറയാൻ പറഞ്ഞു പോയത് ഇതാണ് വൺ ബാറ്റിൽ ഓഫ് ദി എർത്ത്. അയ്യോ, ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ് അത്. ഭയങ്കര ഇമ്പാക്ട് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടം കാപ്രിയോനെ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം. അതില് മറ്റേ താഴെ വീഴുന്ന ഇയാള് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു, ഈ പടത്തിൽ എന്താ നായകൻ ചെയ്ത ഒരേ ഒരു കാര്യം ഓടാന്നുള്ളതായിരുന്നു. ലാസ്റ്റ് ഓട്ടമാണ്. പുള്ളിക്ക് വേറൊരു പരിപാടി ഇല്ലല്ലോ അതിൽ. അത് ഭയങ്കര ഐ ഓപ്പണർ ആയിട്ടുള്ള പടങ്ങളാണ്. അതെ അതെ. സത്യാവസ്ഥ എന്താ വെച്ചാൽ അവരുടെ പടങ്ങൾ കുറേം കൂടിയും അവര് സിനിമകൾ അവർ കൊണ്ടുവന്നത് കൊണ്ട് അവർ നമ്മളെക്കാളും മുന്നേ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതിയ പുതിയ തലങ്ങൾ അവർക്ക് എത്താൻ വളരെ എളുപ്പമായി ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോ. അവരുടെ ഒരു അച്ചീവ്മെന്റ് മീറ്റർ കുറച്ച് ഹൈ ആണ്. വൈഡർ ഓഡിയൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് അത് ഈസിയാണ്. നമുക്ക് അങ്ങനെ കിട്ടാറില്ല. നമുക്ക് വല്ലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള സ്പേസ് ആണ് അത്. അങ്ങനെയുള്ള പടങ്ങൾ എനിക്ക് ഷോൺ പെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, പുള്ളി ഇതിലാണ്ട് പലർക്കും ആദ്യം മനസ്സിലായില്ല. അതാണ് അങ്ങനെയുള്ള ഭയങ്കര വിയേർഡ് വാക്കും. അതെ അതെ അതെ, അതാണ് ഈ ആർട്ടിസ്റ്റ് ചില സമയത്ത് എനിക്ക് തോന്നുന്നു പോൾ തോമസ് ആൻഡേഴ്സൺ പല പടങ്ങളും കട്ട് ചെയ്യാറില്ല. There Will Be Blood ഏറ്റവും മിനിമൽ കട്ടുള്ള ഒരു ഫിലിമാണ്. അതെ, അതിന്റെ ലെങ്ത് നമ്മൾ ചിന്തിക്കാറില്ല. ഇത്ര നേരം പടം ഉണ്ടായിരുന്നില്ല. അതാണ് ഡാനിയൽ ഡേ-ലൂയിസ് അവിടെ നിന്ന് തകർക്കുമ്പോ അതെ കട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. അതാണ് സംഭവം. കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഏറ്റവും മിനിമൽ കട്ടുള്ള ഒരു പടത്തിന് ഓസ്കാർ കിട്ടുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാറ്റഗറിയാണ്. പെർഫോമൻസ് ഹോൾഡ് ചെയ്യാന്നുള്ളതല്ലേ ഇതിൽ കാര്യം. അതെ, ബെറ്റർ പെർഫോമൻസ് വരുമ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതായിരിക്കില്ല. സിനിമയ്ക്ക് അത് ഉപകാരമാണെങ്കിൽ പെർഫോമൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ പോലും കൗണ്ടർ ഷോട്ട് എടുക്കാൻ തോന്നൂല. ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ആയി അങ്ങനെ ഫീൽ ചെയ്തിട്ട് നമ്മൾ വിടാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്കും ആ ലിബർട്ടി ഉണ്ട്. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാ. എനിക്ക് തോന്നുന്നത് ഈ സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നല്ലോ ഡി എസ് ഏരിയയില്. ജയദേവന്റെ സൗണ്ട് ഡിസൈൻ, ക്രിസ്റ്റോന്റെ സ്കോറ്, എല്ലാ തരത്തിലും സിനിമയെ വിഷ്വലി ഹുക്ക് ചെയ്യുന്ന പോലെ തന്നെ സൗണ്ടും കൃത്യമായിട്ട് ഹുക്ക് ചെയ്യുന്നുണ്ട്. അത് ഈവൻ ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റികൾ നടക്കുമ്പോഴാണെങ്കിലും സൗണ്ട് പ്ലേയില് റോഹൻ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ, അത് സോർട്ട് ചെയ്യാനുള്ള എഫേർട്ടുകൾ, അതെല്ലാം രസമായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ബിഹൈൻഡ് ദ ക്യാമറ ടെക്നിക്കൽ വൈസ് നിങ്ങൾ തമ്മിലുള്ള കോറിലേഷൻ, കോ എക്സിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സൗണ്ട് ഡിസൈനറായിട്ട്, ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട്, ഒരു എഡിറ്റർ, എങ്ങനെയാണ് ഈ ഒരു ഇക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിലെങ്ങനെയാ വെച്ചാൽ ഈ ഹൊറർ 3 വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ തന്നെ സ്കോറുകളും SFX എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് റെഫറൻസുകളൊക്കെ വെച്ച് എവിടേക്കാണ് സ്കോർ എവിടേക്കാണെന്നുള്ളത് ചെയ്ത് രാഹുലിന്റെ കൂടെ ഇരുന്ന് അത് സെറ്റ് ചെയ്ത് നമ്മളതൊരു റെഫറൻസ് പോയിന്റ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ക്രിസ്റ്റോനും JDക്കും കൊടുക്കും. അപ്പൊ അവർക്കും എളുപ്പമാണ് എന്താണ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ധാരണ. നമ്മളെ മനസ്സിൽ എന്താണ് ടെമ്പോ എന്നുള്ളത് അവർക്ക് കിട്ടും. അവർ എക്സാക്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യൂല, പക്ഷെ അവരുടെ ടെമ്പോ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈസിയായി. പിന്നെ അവർ അതിൽ നിന്ന് പുതിയൊരു സാധനം പുതിയൊരു സാധനം കണ്ടുപിടിച്ച് അപ്പോൾ പിന്നെ രാഹുൽ അവരുടെ കൂടെ ഇരുന്ന് എന്താണ് വേണ്ടതെന്നുള്ള പറയാന്നാണ്. അപ്പൊ ജെഡിയുടെ അടുത്താണെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു 5-10 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ JD ചിലപ്പോൾ പറയും വേണ്ടളി ഇതൊക്കെ മതിയാവും, ഒരു 5 മതിയാവും എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു ഇതുണ്ടാവാറുണ്ട്. കാരണം അവര് ആക്ച്വലി സൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്കത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അധികം ഇമ്പാക്ട്, ഒരു ചെറിയ സാധനം വെച്ചിട്ട് കുറെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് നമുക്ക് എക്സാക്ട് സൗണ്ട് കിട്ടണമെന്നില്ല, നമ്മുടെ മനസ്സിലുള്ളത് കിട്ടണമെന്നില്ല. അവർക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അവർക്കത് ഈസി ആയിട്ട് വരും. അപ്പോ ആ ലിബർട്ടി അവർക്കും ഉണ്ടല്ലോ. അപ്പൊ അവരത് വർക്ക് ചെയ്തെടുക്കുക. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് നമുക്ക് അയച്ചു തരും, റീൽ ബൈ റീലായിട്ട് നമുക്ക് അയച്ചു തരും. നമ്മളത് വെച്ച് വർക്ക് ചെയ്യുക. പിന്നെ വീണ്ടും വർക്ക് ചെയ്തിട്ട് ഇപ്പൊ മ്യൂസിക് ഇതിൽ ആക്ച്വലി ഒരു ഫൺ എന്താന്ന് വെച്ചാല് ക്രിസ്റ്റോ ഒരു ചെറിയൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടീമല്ല, ഒരു കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പീസ് അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ അത് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് ഹുക്കായി. ഇത് ഭയങ്കര രസമുണ്ടല്ലോ, ഈ ഒരു സാധനം ഭയങ്കര ഫണ്ണാണ്. ഞങ്ങള്
അത് മനസ്സിലായത് എങ്ങനെയാ വെച്ചാൽ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ അത് ഹം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തത് ഇതായിരിക്കും ഇതിൻ്റെ ഒരു മെയിൻ സാധനം എന്നുള്ളത് അപ്പം കിട്ടി. അപ്പോൾ പിന്നെ വേറൊരു സ്ഥലത്തും കൂടി ഇത് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ ഈ സാധനം ഈ പ്രേതത്തിൻ്റെ റെഫറൻസ് പോലെ ആ കോഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ക്രിസ്റ്റോനോട് പറയുമ്പോൾ ക്രിസ്റ്റോ ഓക്കെയാണ്, ക്രിസ്റ്റോന് വർക്കാണ്. അപ്പോൾ അങ്ങനെ ഇത് വരുന്നുണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ക്രിസ്റ്റോ പറയും അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് വെക്കാം, കാരണം ക്രിസ്റ്റോ വേറൊരു സാധനം ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്കും ഒരു സ്റ്റബേൺനെസ് എവിടെ ഇല്ലല്ലോ. എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അത് ഹാപ്പിനെസ് ആണ്. നമുക്കും നമ്മളെടുക്കുന്ന എഫേർട്ടിന് ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ നമ്മൾ വീണ്ടും അവരെ എക്സൈറ്റ് ചെയ്യിക്കാൻ നോക്കും, അപ്പോൾ അവർ തിരിച്ച് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാൻ നോക്കും. അങ്ങനെ ഒരു സർക്കിൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയ രണ്ട് ക്യാരക്ടേഴ്സിനും, മധുവിനാണെങ്കിലും റോഹനോട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കോമൺ പോയിന്റിൽ എക്സൈറ്റിംഗ് ആയി തോന്നിയത് ഈ ഡോർ ഇവരുടെ ലൈഫിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ്. റോഹൻ ഇൻസിഡന്റിൽ റോഹൻ ഡോറിന് പുറത്താണ്, മധുവിൻ ഇൻസിഡന്റ് റോഹന്റെ ഡോറിന്റെ അകത്താണ് മധു നിൽക്കുന്നത്. ഈ എക്സ്പീരിയൻസ് നമ്മൾ ഒരു പക്ഷേ കംപ്ലീറ്റ് വാച്ച് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ വീട്ടിലിരുന്ന് ഇത് നമ്മൾ തലയിൽ വേണ്ടി റീലോഡ് ചെയ്യുന്ന പോലെ ഓടുമ്പോഴേക്കും ഇത് കണക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ അങ്ങനത്തെ മൊമെന്റ് ഉണ്ട്. അവിടെ ഞാൻ സൗണ്ടിന്റെ ഒരു പ്ലേ ഉദ്ദേശിച്ചത് ഇവരുടെ ഉറപ്പായിട്ട് ഇവരുടെ ഭയം അല്ലെങ്കിൽ ഇവരുടെ ഭീതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഷോട്ടുകൾ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സൗണ്ടിലും കൂടി ഇത് വർക്ക് ചെയ്തെടുക്കുന്നത് 2 ഷോട്ടും. അത് അങ്ങനത്തെ പെർട്ടിക്കുലർ സീക്വൻസുകളിലൊക്കെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടോ ശരിക്കും? എഫേർട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. അതെ, നമ്മൾ നോർമലി ഒരു സീന് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഇമോഷൻ എന്താന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് അതിനുള്ള സൗണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വേറൊരു സൗണ്ടോട് പ്ലേസ് ചെയ്താൽ ചിലപ്പോൾ അത് മുഴച്ച് നിൽക്കുക എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പൊ വെച്ചുള്ള സൗണ്ട് കുറച്ച് ഡെസിബിൾ കയറിയാൽ പോലും അത് മുഴച്ചു. അപ്പൊ അതിന്റെ മീറ്റർ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്ര മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് നിൽക്കണം. അങ്ങനെ അത് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ലൗഡ് സൗണ്ടുകളെക്കാളും കൂടുതൽ ഭയപ്പെടുത്തുന്നത് സൈലൻസുകളാണ്. നമ്മളൊരു കൺഫ്യൂഷൻ സ്പേസിൽ നിൽക്കുമ്പോൾ നമുക്ക് പേടി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത്. ചെറിയ ശബ്ദം പോലും നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. അതെ അതെ, നമ്മളിപ്പോ റോട്ടിൽ കൂടി ഇപ്പൊ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ സൗണ്ട് ഒന്നും ഇല്ല, പക്ഷെ നമുക്കൊരു പേടിയുണ്ട്. കാരണം സൗണ്ട് ഇല്ലെങ്കിലും പേടിയാണ്. കൂടുതൽ നിഗൂഢത സൈലൻസിനുണ്ട്. അതിനെ വെപ്പണൈസ് ചെയ്യാന്നുള്ളതാണ് ഐഡിയ. നമ്മൾ അവിടെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അത് തിരിച്ചറിയാന്നുള്ള ഒരു ചെറിയൊരു നാക്കാണ്. അത് മാത്രം ക്രാക്ക് ചെയ്യാന്നുള്ളൂ. എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ ജേർണി ഭയങ്കര സ്ട്രോങ് ആയി പോട്ടെ. ഇനിയും ഈ മൾട്ടിപ്പിൾ ഭാഷകളിൽ മൾട്ടിപ്പിൾ ജോണറുകളിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റട്ടെ. അതിൽ സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു സോ മച്ച്.